എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1879 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ ശ്രീലേഖ ജി ആണ്. ഡോക്ടർ ശ്രീലേഖയുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ശ്രീലേഖ നമുക്ക് നിരവധി ക്ലാസ്സുകൾ ഇതിനകം എടുത്തിട്ടുണ്ട്. ഡോക്ടർ പാലക്കാട് ജില്ലയിൽ രാമകൃഷ്ണ ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ RV നാഥൻ ചിൽഡ്രൻസ് ഹോമിയോ ക്ലിനിക്കിൽ ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഡോക്ടർ വർക്ക് ചെയ്യുന്നത്. ഡോക്ടറുടെ എല്ലാ അറിവുകളും ഇതിനകം തന്നെ ശ്രീലേഖ നേടിയിട്ടുണ്ട്. നല്ല നല്ല ക്ലാസ്സുകളാണ് നമുക്ക് എടുത്തിട്ടുള്ളത്. അക്യൂട്ട് ഡിസീസും അതിന്റെ ഹോമിയോപ്പതിക് മാനേജ്മെന്റും എന്നുള്ള വിഷയത്തിലാണ് കഴിഞ്ഞ ക്ലാസ്സുകൾ എടുത്തിരുന്നത്. അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് എടുക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ശ്രീലേഖ ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കാം. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നന്ദി. ക്ലാസ് തുടങ്ങാം ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അക്യൂട്ട് ഡിസീസ് ആൻഡ് ഇറ്റ്സ് ഹോമിയോപ്പതിക് മാനേജ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്, പാർട്ട് 2 ആണ് ഈ ക്ലാസ്സിൽ എടുക്കാൻ വേണ്ടി പോകുന്നത്. അന്ന് പറയാൻ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് പോർഷൻസ് കൂടെ ഇപ്പൊ പറയാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ക്ലിനിക്കിൽ എന്താണോ ഫോളോ ചെയ്യുന്നത് അത് അതുപോലെ സത്യസന്ധമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാനാണ് പോണത്. പലർക്കും പല മെത്തേഡ്സ് ഉണ്ടാവും, പക്ഷെ നമ്മൾ നമ്മളുടെ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അത് അക്സെപ്റ്റബിൾ ആണ് തോന്നുന്നവർ അത് ഫോളോ ചെയ്യുക. വേറെ മെത്തേഡ് ഉണ്ടെങ്കിൽ അതും ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാം. പിന്നെ എല്ലാവരുടെയും വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഈ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ വന്ന എല്ലാ ഡോക്ടേഴ്സിനും എൻ്റെ നമസ്കാരം. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് ഇന്ന് ഇന്റർമിറ്റന്റ് ഫീവർ ആണ്. ഇപ്പൊ പേഷ്യൻസ് ചിലപ്പോൾ ക്ലിനിക്കിലോട്ട് കയറി വരുമ്പോൾ തന്നെ അവർ പറയും ഡോക്ടറെ വിട്ട് വിട്ട് പനി വരുന്നു എന്ന് പറയും. കുട്ടികളായിക്കോട്ടെ, മുതിർന്നവരായ അഡൽട്സ് ആയിക്കോട്ടെ, എല്ലാവർക്കും വിട്ട് വിട്ട് പനി വരുന്നു. കുറച്ച് പനി ഉണ്ടാവും, പിന്നെ പനി ഉണ്ടാവില്ല, അങ്ങനെ വിട്ട് വിട്ട് വരുന്നു. അതാണ് ടോർമെന്റഡ് ഫേസ് വിത്ത് ഇന്റർമിറ്റന്റ് ഫീവർ. വിട്ട് വിട്ട് പനി വരുന്നു എന്ന് പറയും. ദുരിതം അനുഭവിക്കുന്നത് പോലെയുള്ള മുഖഭാവം. ഹോട്ട് ഫേസ് ആൻഡ് കോൾഡ് ലെഗ്സ്. അത് ചൈനയാണ് മെഡിസിൻ. ഇന്റർമിറ്റന്റ് ഫീവർ എന്ന് പറയുന്നത് ചൈനയാണ് മെഡിസിൻ. പിന്നെ ടോർമെന്റഡ് ഫേസ് എന്ന് നമ്മൾ പറഞ്ഞു. ടോർമെന്റഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ദുരിതം അനുഭവിക്കുന്ന മുഖഭാവം. അതാണ് അതിന്റെ അർത്ഥം. കുറേ മെഡിസിൻസിൽ വരുന്നുണ്ട് നമുക്ക് മെഡിക്കയിൽ. അതാണ് ടോർമെന്റഡ് ഫേസ് എന്ന് പറയുമ്പോൾ ദുരിതം അനുഭവിക്കുന്ന മുഖഭാവം. നമുക്ക് ആ ഫേസ് കാണുമ്പോഴേ അറിയാം ഒരു സഫറിങ് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ഒരു ഡസ്കി ഫേസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതൊക്കെയാണ്. ഇപ്പോൾ പൈറോജൻ ഒക്കെ നമ്മൾ എടുത്താൽ ഒരു പൈറോജൻ പേഷ്യന്റ് വരുമ്പോൾ ആ പേഷ്യന്റ് ഫേസ് ഭയങ്കര ഡസ്കി ആയിരിക്കും. അതായത് ഒരു കാർമേഘം ഇരുണ്ടു മൂടിയ കാർമേഘം എങ്ങനെ ഉണ്ടാവും അതുപോലെ മുഖത്ത് നമുക്ക് അത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഭയങ്കര ഗ്ലൂമി ആയി ഡെസ്പായി ഒരു ഡസ്കി ഫേസ് ആയിരിക്കും. ആ ഡസ്കി ഫേസ് കാണുമ്പോഴേ അറിയണം അത് പൈറോജൻ ആണ് എന്ന്. അതുപോലെ ടോർമെന്റഡ് ഫേസ്, ദുരിതം അനുഭവിക്കുന്ന മുഖഭാവം വിത്ത് ഇന്റർമിറ്റന്റ് ഫീവർ, വിട്ട് വിട്ട് പനി വരുന്നു, അത്രേ ഉള്ളൂ. അത് പറയുമ്പോൾ ചൈനയാണ് മെഡിസിൻ. നമ്മൾ ചൈന 30 കൊടുക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാക്ഫോ 6X ഒരു ടാബ്ലറ്റ്, അങ്ങനെ രണ്ടും അവർലി കഴിക്കാൻ വേണ്ടി പറയും, മാറുന്നത് വരയ്ക്കും. അതാണ് നമ്മൾ കൊടുക്കാറ്. പിന്നെ ചൈനന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം ആണ് ഹോട്ട് ഫേസ് ആൻഡ് കോൾഡ് ലെഗ്സ് എന്ന് പറയുന്നത്. മുഖം ഭയങ്കര ചൂടായിരിക്കും, പക്ഷെ ലെഗ്സ് ഭയങ്കര കോൾഡ് ആയിരിക്കും. ഇത് ആക്ച്വലി ഫീവർ ബൈ ടച്ച് എന്ന് പറഞ്ഞിട്ടൊരു വേറെ തന്നെ ഒരു ടോപ്പിക് ഉണ്ട്. നമ്മൾ കുറച്ച് മെഡിസിൻസ് നമ്മൾ അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഫീവർ ബൈ ടച്ച് വരുന്നത്. അതിൽ ഒന്നാണ് ചൈന, ഹോട്ട് ഫേസ് ആൻഡ് കോൾഡ് ലെഗ്സ്. ഓക്കെ, ഇപ്പൊ ടോർമെന്റഡ് ഫേസ് വിത്ത് ഇന്റർമിറ്റന്റ് ഫീവർ, ചൈന പ്ലസ് മാക്ഫോസ്. നെക്സ്റ്റ്, ഫീവർ cannot even lie down due to severe nasal block. Fever with blisters on lips. അതായത് പനി വരുമ്പോൾ നേസൽ ബ്ലോക്ക് കാരണം കുട്ടിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. കുട്ടിയോ മുതിർന്നവരോ ആരായിക്കോട്ടെ, കിടക്കാൻ പോലും പറ്റില്ല നേസൽ ബ്ലോക്ക് കാരണം. വിത്ത് ലിപ്സിൽ ഫീവർ ബ്ലിസ്റ്റേഴ്സും ഉണ്ടാവും. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ആസിഡ് മ്യൂർ 30 ആണ് കൊടുക്കുക. ആസിഡ് മ്യൂർ 30 കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നാട്രമ്യൂർ 6X 1 or 2 ടാപ്സ് കൊടുക്കുക. രണ്ടും അവർലി കൊടുക്കും.
ഇനിയിപ്പോ ഫീവർ അല്ലാത്ത കേസിലും ഇപ്പോ ലിപ്സിൽ ഭയങ്കര ഫീവർ ബ്ലിസ്റ്റേഴ്സ് പോലെയോ അല്ലാതെ ചെറിയ ബ്ലിസ്റ്റേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ അപ്പോഴും ആസിഡ് മ്യൂർ 30 കൊടുക്കാം. ആസിഡ് മ്യൂർ 30 മാത്രം കൊടുത്താലും മതി. ഇനി വേണമെങ്കിൽ ആസിഡ് മ്യൂർ 30യും നാട്രമ്യൂർ 6Xും രണ്ടും കൊടുക്കാം. ആസിഡ് മ്യൂറും നല്ലതാണ്, ആസിഡ് നൈട്രിക്കും നല്ലതാണ്. ആസിഡ് നൈട്രിക്കം എല്ലാവർക്കും അറിയാം, മ്യൂക്കോ ക്യൂട്ടേനിയസ് ജംഗ്ഷൻസിൽ വരുന്ന എല്ലാത്തിനും ആസിഡ് നൈട്രിക്കം വളരെ നല്ലതാണ്. അപ്പൊ നമ്മളിപ്പോ ലിപ്സിലാണെങ്കിലോ അല്ലെങ്കിൽ ഏനൽ റീജിയനിലാണെങ്കിലോ അങ്ങനെയുള്ളവിടെയൊക്കെ നമുക്ക് ആസിഡ് നൈട്രിക്കത്തിന് ഭയങ്കര ആക്ഷൻ ആണ്. ദാറ്റ് ഈസ് ഇൻ മ്യൂക്കോ ക്യൂട്ടേനിയസ് ജംഗ്ഷൻസിൽ. അപ്പൊ അവിടെ നമുക്ക് ആസിഡ് നൈട്രിക്കും കൊടുക്കാം, ആസിഡ് മ്യൂറും കൊടുക്കാം. അപ്പൊ ഫീവർ സമയത്ത് നേസൽ ബ്ലോക്കും സിവിയർ ആണ്. അതേപോലെ ഫീവർ വിത്ത് ബ്ലിസ്റ്റേഴ്സ് ഓൺ ലിപ്സ് എന്ന് പറയുമ്പോൾ ആസിഡ് മ്യൂർ 30 നാട്രമ്യൂർ 6X ആണ് കൊടുക്കുക. ഇനിയിപ്പോ ചില പേഷ്യൻസ് വരും, ഫീവർ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് ക്രോണിക് ആയിട്ട് നേസൽ ബ്ലോക്ക് ആയിരിക്കും. ഒരുപാട് വർഷങ്ങളോ മാസങ്ങളോ ആയിട്ട് അവർ പറയും നേസൽ ബ്ലോക്ക് ആണെന്ന് പറയുമ്പോൾ അവർക്കും നമുക്ക് ആസിഡ് മ്യൂർ കൊടുക്കാം. പിന്നെ അതേപോലെ നേസൽ ബ്ലോക്കിന് ഒരു ഇമ്പോർട്ടന്റ് മെഡിസിൻ ആണ് സിംഗം മെറ്റ്. സിംഗം മെറ്റ് എന്ന് പറഞ്ഞു വെച്ചാല് നേസൽ ബ്ലോക്ക് കാരണം പേഷ്യന്റ് ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോകും. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പേഷ്യന്റ് ഒന്ന് നേരെ ബ്രീത്ത് ചെയ്യാൻ പോലും പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് സിംഗം മെറ്റ്. അപ്പൊ നമ്മൾ അത്രയും സിവിയർ ക്രോണിക് നേസൽ ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആസിഡ് മ്യൂർ 30 കൊടുക്കും. ഒരു 3 ടൈംസ് ഡെയിലി കൊടുക്കും. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ഒരു 5 പിൽസ് കൊടുക്കും. എന്നിട്ട് ബെഡ് ടൈമിൽ രാത്രി കിടക്കാൻ പോകുമ്പോൾ സിംഗം മെറ്റ് 30 ഒരു ഡോസ് കഴിച്ചിട്ട് കിടക്കാൻ പറയും. അതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ആണ് ഇത്. ആസിഡ് മ്യൂർ 30 3 ടൈംസ് ഡെയിലി പ്ലസ് സിംഗം മെറ്റ് 30 1 ഡോസ് അറ്റ് ബെഡ് ടൈം. അത് ക്രോണിക് നേസൽ ബ്ലോക്ക് ആണ്. സിംഗം മെറ്റിന്റെ പോയിന്റ് എന്താ വെച്ചാൽ നേസൽ ബ്ലോക്ക് കാരണം നമ്മൾ ഡിപ്രസ്ഡ് ആയി പോവുക, ദാറ്റ് ഇസ് മാനസിക നൈരാശ്യം. മൂക്കടപ്പ് കാരണം മാനസിക നൈരാശ്യം വരിക, അതൊക്കെയാണ് സിംഗം മെറ്റിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇത് പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഫീവർ ആണ്, ഫീവർ ഡ്യൂ വിത്ത് നേസൽ ബ്ലോക്ക് ആൻഡ് ഫീവർ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആസിഡ് മ്യൂറും നാട്രം മ്യൂറും ആണ് വരിക. ഇതില് നമ്മള് മെഡിസിൻ മാത്രമല്ല, നമ്മൾ അവരുടെ അടുത്ത് പറയുക, പേഷ്യന്റെ അടുത്ത് ഒരു പശുവിന്റെ വെണ്ണയോ നെയ്യോ ഉണ്ടെങ്കിൽ അത് ഈ ചുണ്ടിലും അതേപോലെ വായിന്റെ ഉള്ളിലും ചീക്സിലൊക്കെ ഉള്ളിലൊക്കെ നമ്മൾ അതൊക്കെ ഒന്ന് 2 3 തവണ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയാം. ഇപ്പൊ ചെറിയ കുട്ടി ആരെങ്കിലും പല്ല് തേക്കുന്ന പോലെ കുറച്ച് കയ്യിലെടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് തേക്കാൻ വേണ്ടി പറയാം. പശുവിന്റെ വെണ്ണയോ നെയ്യോ അത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ആന്റി പൈറിൻ 30യും നല്ലതാണ്. ആന്റി പൈറിൻ പറയുമ്പോൾ അൾസേഴ്സ് ഓർ ബ്ലിസ്റ്റേഴ്സ് ഓൺ ലിപ്പ്, സ്വെല്ലൻ ലിപ്സ്. ആസിഡ് നൈട്രിക്കം എല്ലാവർക്കും അറിയണോണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ആന്റി പൈറിന്റെ സിംറ്റം പറയുമ്പോൾ അൾസേഴ്സ് ഓർ ബ്ലിസ്റ്റേഴ്സ് ഓൺ ലിപ്സ്, സ്വെല്ലൻ ലിപ്സ്. ലിപ്സ് കുറച്ച് സ്വെല്ലൻ കൂടെ ആയിരിക്കും. അതാണ് ആന്റി പൈറിന്റെ പോയിന്റ്. അടുത്തത് ഫീവർ, ചൈൽഡ് സ്ലീപ്പ് വിത്ത് മൗത്ത് ഓപ്പൺ ഡ്യൂ ടു നേസൽ ബ്ലോക്ക് ആൻഡ് കോൾഡ്, നോസ്ട്രിൽസ് ലുക്ക് റെഡിഷ്. അപ്പോ ഫീവർ ആണ്, ആ സമയത്ത് കുട്ടി വായി തുറന്നു വെച്ച് ഉറങ്ങും നേസൽ ബ്ലോക്കും കോൾഡും കാരണം. പിന്നെ നോസ്ട്രിൽസ് ഭയങ്കര റെഡിഷ് ആയിരിക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്നതാണ് ഓറം ട്രിഫിലം 30. അതൊരു 5 ഗുളിക കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സൈലീഷ്യ 6X കൊടുക്കാം, അല്ലെങ്കിൽ നാട്രമ്യൂർ 6X കൊടുക്കാം. രണ്ടും അവർലി ടിൽ ബെറ്റർ. അതാണ്. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് മെഡിസിൻ ആണ് സാംബൂക്കസും. നേസൽ ബ്ലോക്കിന് വളരെ നല്ലതാണ്. ഇപ്പോ ചെറിയ കുട്ടികളാണ്, പാല് കുടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര നേസൽ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് സാംബൂക്കസും കൊടുക്കാം. ഇനിയിപ്പോ ചില കേസിൽ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ഓറം ട്രിഫിലം 30 കൊടുക്കും, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സാംബൂക്കസ് 30 കൊടുക്കാൻ പറയും. അങ്ങനെ രണ്ടും അവർലി റിപ്പീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കുറഞ്ഞു കഴിയുമ്പോൾ ഇല്ലെങ്കിൽ അത്ര ഇന്റൻസിറ്റി, ഒരുപാട് ഇന്റൻസിറ്റിയിൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ 2 അവർലി കൊടുക്കാൻ വേണ്ടി പറയും. അങ്ങനെയും ചെയ്യാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഓറം ട്രിഫിലും സൈലീഷ്യയും നാട്രമ്യൂറും തന്നെ കൊടുക്കണം എന്നില്ല. ഓറം ട്രിഫിലം 30യും സാംബൂക്കസ് നമ്മൾ 6 അല്ലെങ്കിൽ 30 ആണ് നമ്മൾ സാംബൂക്കസ് പൊട്ടൻസി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓറം ട്രിഫിലം 30 കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സാംബൂക്കസ് 30 കൊടുക്കാൻ വേണ്ടി പറയും. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ സാംബൂക്കസും സൈലീഷ്യ 6Xോ നാട്രമ്യൂർ 6Xോ അങ്ങനെയും കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഭയങ്കര നേസൽ ബ്ലോക്ക് ആണ്, കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അത്രയും സിവിയർ ആകുമ്പോഴാണ് നമ്മൾ സാംബൂക്കസ് കൊടുക്കുക. അതേപോലെ അമോണിയം കാർബും നല്ല മെഡിസിൻ ആണ്. അതും നമുക്ക് ആക്ഷൻ കിട്ടിയിട്ടുള്ള മെഡിസിൻ ആണ്, അമോണിയം കാർബ് 30. അമോണിയം കാർബ് 30യും അതേപോലെ നേസൽ ബ്ലോക്കിന് നല്ലതാണ്. നമുക്ക് ക്രോണിക് നേസൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സാംബൂക്കസും കൊടുക്കാറുണ്ട്, അമോണിയം കാർബും കൊടുക്കാറുണ്ട്. ഒരുപാട് സിവിയർ ആണെങ്കിലാണ് നമ്മൾ ആസിഡ് മ്യൂറും സിംഗം മെറ്റിലോട്ടൊക്കെ പോവുക. നെക്സ്റ്റ് ഇത് നമ്മൾ റെസ്പിറേറ്ററിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഫീവർ വിത്ത് വെരി ഹൈ ടെമ്പറേച്ചർ വിത്ത് റാറ്റ്ലിംഗ് ഇൻ ചെസ്റ്റ്, അത് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആന്റിം ടാർട്ട് ആണ് കൊടുക്കുക. ആന്റിം ടാർട്ട് 30 പ്ലസ് ആഫ്റ്റർ 10 മിനിറ്റ്സ് കാലിസൾഫ് 6x അല്ലെങ്കിൽ MP6x. റാറ്റ്ലിംഗ് ഉള്ളതുകൊണ്ട് മിക്കവാറും കാലിസൾഫ് ആണ് കൊടുക്കുക. ബോത്ത് അവർലി ടിൽ ബെറ്റർ. അപ്പൊ ആന്റിം ടാർട്ടിന്റെ ഫീവർ എന്ന് പറയുമ്പോഴേ വെരി ഹൈ ടെമ്പറേച്ചർ ആണ്, വിത്ത് ഇറിറ്റബിൾ ഡ്രൈ ടിക്ലിംഗ് കഫ്, tightness of chest and rattling of mucus in child's chest, morning with drowsiness, weeping and wailing during sleep. Child can be quieted only by carried about and petted constantly. അത് ആന്റിം ടാർട്ട് 30 ഒരു 5 ഗുളിക കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാലിസൾഫ് 6x 1 or 2 ടാബ്ലറ്റ് ബോത്ത് അവർലി. ഇനി ഒരുപാട് ചുമയൊക്കെ ഉണ്ടെങ്കിൽ കാലിസൾഫിൽ നമ്മൾ ചിലപ്പോ ക്യാംഫർ ഡ്രോപ്പ് ചെയ്യും. ക്യാംഫർ 3x ടിഞ്ചർ ഡ്രോപ്പ് ചെയ്യാറില്ല, 3x 6 30 ആണ് ഡ്രോപ്പ് ചെയ്യുക. അതൊരു 2-3 ഡ്രോപ്സ് ആണ് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ അരേലിയ റെസിമോസ മദർ ടിഞ്ചർ ഡ്രോപ്പ് ചെയ്യും. അതാകുമ്പോൾ ഒരു 8 to 10 ഡ്രോപ്സ് നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇനിയിപ്പോ അതല്ല, കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണോ, ടിഞ്ചർ ഡ്രോപ്പ് ചെയ്ത് ബയോകെമിക്കൽ കൊടുക്കണോന്ന്. നിർബന്ധമില്ല. വേണമെങ്കിൽ ഇപ്പൊ ആന്റിംടാറ്റ് ഒരുപാട് ചുമയുണ്ട്, ശ്വാസം മുട്ടലുണ്ട് എന്നുണ്ടെങ്കിൽ അരേലിയ റെസിമോസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മദർ ടിഞ്ചർ ആയിട്ട് കൊടുക്കാം. അപ്പൊ അത് അവർലി കഴിക്കണം എന്നില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആന്റിം ടാർട്ടും കാലിസൾഫും മാത്രം അവർലി കൊടുക്കുക. ബാക്കി അരേലിയ മദർ ടിഞ്ചേഴ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 4 times ഡെയിലി കൊടുത്താൽ മതി. ഇത്തിരി ചൂട് വെള്ളത്തിൽ കുറച്ചൊരു ഹോട്ട് വാട്ടറിൽ കഴിക്കാൻ പറയാ, ഒരു 5 to 10 ഡ്രോപ്സ് ഡെയിലി 4 times. ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയാം. അങ്ങനെ ചെയ്യാം. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് മദർ ടിഞ്ചർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് ആവില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചേഞ്ച് ആവും. അപ്പൊ നമ്മൾ പേഷ്യൻസിന്റെ അടുത്ത് പറയുക ആദ്യം തന്നെ മരുന്ന് ഒറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ചേഞ്ച് വരുന്നത്, പേടിക്കണ്ട കഴിച്ചോളൂ പറയാ. ഇനി അങ്ങനെയല്ല സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, അതിൽ ഒരു കുഴപ്പമില്ല, അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആന്റിം ടാർട്ടിൽ അപ്പൊ ഇതാണ് ആന്റിം ടാർട്ടിന്റെ സിംറ്റം. ഇതിൽ നമ്മളിപ്പോ ചൈൽഡ് ക്യാൻ ബി ക്വൈറ്റഡ് ഓൺലി ബൈ ക്യാരിഡ് അബൌട്ട് എന്ന് പറഞ്ഞു. അതിന് ഇനിയും ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. കെമോമില്ലി ഉണ്ട്, റെസ്റ്റോക്സ് ഉണ്ട്, സിനെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ നമുക്ക് ഫീവറും റാറ്റ്ലിംഗും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആന്റിം ടാർട്ട് വെച്ചത്. ഇപ്പൊ ഓരോ കേസ് ടു കേസ് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ മെഡിസിൻ മാറ്റാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ആന്റിം ടാർട്ടോ വേറെ റാറ്റ്ലിംഗ് ഇല്ലെങ്കിൽ പിന്നെ കെമോമില്ല കൊടുക്കാം, സിന, റെസ്റ്റോക്സ് എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതാണ് താഴെ എഴുതിയിട്ട് റെസ്റ്റോക്സ്, കെമോമില്ല, പോഡോഫൈലം ആർ ഓൾസോ ഗുഡ്. ഇനി ഹൈ ഫീവർ വിത്ത് റാറ്റ്ലിംഗ് ഇൻ ചെസ്റ്റ്, അഗ്ലൂട്ടിനേഷൻ ഓഫ് ഐസ്, എക്സ്ട്രീം ടയേർഡ്നെസ്, വെരി ഡേഞ്ചറസ് കണ്ടീഷൻ. അതാണ് നമുക്ക് ഹൈ ഫീവർ ഉണ്ട്, കുട്ടിക്ക് ഭയങ്കര റാറ്റ്ലിംഗ് ഉണ്ട്, അതേപോലെ അഗ്ലൂട്ടിനേഷൻ ഓഫ് ഐസ്, ഭയങ്കര അഗ്ലൂട്ടിനേറ്റഡ് ആണെങ്കിൽ കണ്ണിങ്ങനെ അടഞ്ഞിരിക്കും, കണ്ണിൽ ഇങ്ങനെ പീള വന്നിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കും. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മളത് ഭയങ്കര ഡേഞ്ചറസ് കേസ് ആണ്. കാരണം അതെന്താ വെച്ചാൽ ഒന്നെങ്കിൽ നിമോണിയ അല്ലെങ്കിൽ പ്ലൂറസിലോട്ടാണ് പോണത്, ബ്രോങ്കോ നിമോണിയ പോലത്തെ കണ്ടീഷൻസിലേക്ക് അത് എത്തും. അപ്പൊ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അപ്പൊ ചൈൽഡ് കുറച്ച് ആക്റ്റീവ് ആണ്. നമ്മൾ ക്ലിനിക്കിൽ എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ ഐസ് അഗ്ലൂട്ടിനേറ്റഡ് ആയിരിക്കും, റാറ്റ്ലിംഗ് ഉണ്ടാവും, ഹൈ ഫീവർ ഉണ്ടാവും. പക്ഷെ ഓക്കെ, കുട്ടി കുറച്ച് ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ആ കേസ് എടുക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്നതാണ് ആന്റിമാർസ് 30യും കാലിസൾഫ് 6x രണ്ടും അവർലി കൊടുക്കും. അപ്പോഴും അതേപോലെ ഒരുപാട് കഫക്കെട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാലിസൾഫിലെ ക്യാംഫറോ അല്ലെങ്കിൽ അരേലിയ മദർ ടിഞ്ചറോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് കൊടുക്കും. രണ്ടും അവർലി കഴിക്കാൻ വേണ്ടി പറയും. ഇനി കുട്ടി ഭയങ്കര ഇങ്ങനെ ക്ഷീണിച്ച് ഭയങ്കര ഒരു ഡ്രൗസി ഡൾ ആയിട്ടാണ് ഉള്ളതെങ്കിൽ പിന്നെ നമ്മൾ ആ കേസ് എടുക്കില്ല, റെഫർ ചെയ്യും. എന്നിട്ട് നമ്മൾ പീഡിയാട്രീഷ്യനെ പോയി കാണാൻ വേണ്ടി പറയും. ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കും, എന്നാലും കുഴപ്പമില്ല, നമ്മൾ റിസ്ക് എടുക്കണ്ട, അതുകൊണ്ട് നമ്മൾ പേഷ്യന്റിനെ റെഫർ ചെയ്യാണ് ചെയ്യുക. അതെന്താ ചെറിയ ഓക്കെ കുട്ടി ആക്റ്റീവ് ആണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ റെഫർ ചെയ്യാം. നെക്സ്റ്റ് ഫീവർ വിത്ത് സിവിയർ കോൾഡ് വിത്ത് ടോർമെന്റഡ് ഫേസ്, ഭയങ്കര ജലദോഷം. അതാണ് ജലദോഷം കാരണം ദുരിതം അനുഭവിക്കുകയാണ്. ഇപ്പൊ ചിലപ്പോ ഒരു അമ്മയും മോളും ആയിരിക്കും വരിക ക്ലിനിക്കിൽ, രണ്ടുപേർക്കും കാണിക്കാനുണ്ടാവും. പക്ഷെ സാധാരണ അമ്മമാര് വരുമ്പോ ആദ്യം കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ടായിരിക്കും അമ്മയുടെ കാര്യം പറയുക. പക്ഷെ ഒരു ഭയങ്കര സിവിയർ കോൾഡ് ആണ്, അവർക്ക് അത്രയും സഫറിങ് ആണെങ്കിൽ അവർ കുട്ടിക്ക് അസുഖം ഉണ്ടെങ്കിലും കുട്ടീനെ അവിടെ മാറ്റിയിരുത്തിയിട്ട് എന്റെ അസുഖം പറഞ്ഞിട്ട് പറയും. അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോ ഒരു കുറച്ച് വലിയ കുട്ടികൾ, ഒരു 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ വന്ന ഉടനെ ജലദോഷമാണ് എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളോട് പറയും. കാരണം അവർ അത്രയും സഫറിങ് ആയിരിക്കും. അതിന് അത്രയും സിവിയർ കോൾഡിന് നമ്മൾ കൊടുക്കുക കാലി അയഡോണ്. കാലി അയഡം 30 കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സൈലീഷ്യ 6x രണ്ടും അവർലി ടിൽ ബെറ്റർ, അതാണ് കൊടുക്കുക. അതായത് ഫീവർ വിത്ത് സിവിയർ കോൾഡ് വിത്ത് ടോർമെന്റഡ് ഫേസ്.
അതാണ് കാലിയൈഡും സൈലീഷ്യയും പറയുന്നത്. ഇനി കാലിയൈഡത്തിന് പകരം കാലി കാർബ് ആണെങ്കിലും കൊടുക്കാം, അതും നല്ലതാണ്. കാലി കാർബ് 30. കാലി കാർബ് 30 എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഫീവർ ഫ്രം മോർണിംഗ് ടിൽ നൂൺ, beginning with chilliness, heat in head with headache and thirst, swelling and redness of face, last till noon with loss of appetite, ends at night with a slight sweat. അതാണ് കാലി കാർബിന്റെ സിംറ്റം. പക്ഷെ നമ്മൾ കൂടുതലും കൊടുക്കാറ് കാലിയൈഡും സൈലീഷ്യയും ആണ് കൊടുക്കാറ്. കാലിയൈഡും 30 കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സൈലീഷ്യ 6x. അതുപോലെ എത്തൂസ 30 നല്ലതാണ്. എത്തൂസ 30ക്ക് എന്താ വെച്ചാൽ ഭയങ്കര സഫറിങ് എക്സ്പ്രഷൻ ആയിരിക്കും പേഷ്യന്റിന്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ വെച്ചാൽ ലീനിയ നേസാലിസ് മാർക്ക്ഡ് ആയിരിക്കും എത്തൂസ പേഷ്യന്റിന്റെ. നമുക്കത് ഈ ഫീവറിൽ തന്നെ വേണമെന്നില്ല, ഏത് കേസ് ആണെങ്കിലും, ഇപ്പൊ ഈവൻ ക്യാൻസർ ആണെങ്കിൽ പോലും ഭയങ്കര സഫറിങ് എക്സ്പ്രഷൻ ആണ്. പക്ഷെ വിത്ത് ലീനിയ നേസാലിസ് മാർക്ക്ഡ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എത്തൂസ കൊടുക്കാം. അത് വണ്ടർഫുൾ റിസൾട്ട്സ് ആണ്. ഇപ്പൊ ചില കുട്ടികളുടെയും കൊണ്ട് നമ്മളുടെ ക്ലിനിക്കിൽ വരുമ്പോൾ ആ കുട്ടി ഭയങ്കര കരച്ചിലായിരിക്കും, നിർത്താതെ കരച്ചിലായിരിക്കും. അപ്പോ ആ കുട്ടിയുടെ അത്രയും നമുക്ക് മുഖം കണ്ടാലേ അറിയാം ആ കുട്ടി അത്രയും സഫർ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പൊ അവര് പറയും പെട്ടെന്നാണ് തുടങ്ങിയെന്ന് പറയും. സിംറ്റംസ് സെറ്റ് ഇൻ വിത്ത് വയലൻസ്. അത് എത്തൂസിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സിംറ്റംസ് സെറ്റ് ഇൻ വിത്ത് വയലൻസ് വിത്ത് സഫറിങ് എക്സ്പ്രഷൻ ഓഫ് ദ ഫേസ്. അപ്പൊ നമ്മൾ ആ കുട്ടികൾക്ക് ക്ലിനിക്കിൽ തന്നെ ചിലപ്പോൾ ഒരു ഡ്രോപ്പ് എത്തൂസ കൊടുക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. കാരണം കരച്ചിൽ കുറഞ്ഞിട്ടല്ലേ നമുക്ക് പേഷ്യന്റിനെ വിടാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോൾ എത്തൂസ കൊടുത്ത് വിത്തിൻ സെക്കൻഡ്സ് പേഷ്യന്റിന്റെ കരച്ചിൽ നിൽക്കും, കുട്ടിയുടെ കരച്ചിൽ നിൽക്കും. അപ്പൊ അങ്ങനെ എത്തൂസിയും നല്ല മെഡിസിൻ ആണ്, അതും കൊടുക്കാം. ഇനി നെക്സ്റ്റ്, നാഗിങ് സെൻസേഷൻ ഇൻ ഫോർഹെഡ് വിത്ത് ഡിസ്ട്രസ് വിത്ത് ഫീവർ ഇൻ കോൾഡ്. അതായത് നാഗിങ് സെൻസേഷൻ എന്ന് പറയുമ്പോൾ ചില പേഷ്യൻസ് പറയും ഇവിടെ എന്തോ പോലെ ഉണ്ട് എന്ന് പറയും, നെറ്റിത്തടം എന്തോ ചെയ്യണു എന്ന് പറയും. ഇപ്പൊ ജലദോഷം വരുന്നു അല്ലെങ്കിൽ പനി വരുന്നു എന്ന് അവർക്ക് തോന്നും, ഒരു ഫീലിംഗ് ഉണ്ടാവും. അതാണ് ഉദ്ദേശിക്കുന്നത് നാഗിങ് സെൻസേഷൻ ഇൻ ഫോർഹെഡ്. അതിന് സ്റ്റിക്റ്റ മദർ ടിഞ്ചർ ആണ് കൊടുക്കുക. 5 ഡ്രോപ്സ് ഒരു കുറച്ച് ഹോട്ട് വാട്ടറിൽ കഴിക്കാൻ പറയും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാക്ഫോ 6x സൈലീഷ്യ 6x കൊടുക്കും. രണ്ടും ഒരു 2 അവർലിയാണ് കൊടുക്കുക. ഇനി ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മാക്ഫോസോ സൈലീഷ്യോ മാത്രം നമ്മൾ അവർലി കൊടുക്കും. എന്നിട്ട് സ്റ്റിക്റ്റ 2 അവർലി തന്നെ നമ്മൾ കൊടുക്കും. മദർ ടിഞ്ചേഴ്സ് അങ്ങനെ അവർലി കൊടുക്കില്ല, 2 അവർലി ഒരു 4 ടൈംസ് ഡെയിലി കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാം. അപ്പൊ മെയിൻ ആയിട്ട് കാലിയൈഡും സ്റ്റിക്റ്റയും നമ്മൾ എപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. കാലിയൈഡ് എന്ന് പറയുമ്പോൾ സിവിയർ കോൾഡ് ആണ് വിത്ത് ടോർമെന്റഡ് ഫേസ്, അതായത് ദുരിതം അനുഭവിക്കുന്ന മുഖഭാവവും ആയിരിക്കും ഉണ്ടാവുക. സിവിയർ കോൾഡ്, ഭയങ്കര ജലദോഷവും ദുരിതം അനുഭവിക്കുന്ന മുഖഭാവവുമാണ് കാലിയൈഡ്. പക്ഷെ സ്റ്റിക്റ്റ എന്ന് പറയുന്നത് നെറ്റിത്തടം എന്തോ ചെയ്യണു എന്ന് പറയും. എനിക്ക് ജലദോഷം വരാൻ പോകുന്നു അല്ലെങ്കിൽ പനി വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പേഷ്യന്റ് പറയും. ആ ഒരു ഫീലിംഗ് ഉണ്ടാവും പേഷ്യന്റിന്. അതാണ് ചിലപ്പോ ഇങ്ങനെ പേഷ്യൻസ് വരും, എനിക്ക് പനി വരാൻ പോകുന്നു, എനിക്ക് ജലദോഷം വരാൻ പോകുന്നു, കുറച്ച് ജലദോഷവും ഉണ്ടായിട്ടായിരിക്കും പേഷ്യന്റ് വരിക, പക്ഷെ എനിക്ക് പനി വരാൻ പോകുന്നു, ഇവിടെയൊക്കെ എന്തോ പോലെ ഉണ്ട് പറയും. അപ്പൊ ചിലപ്പോ നമ്മൾ സ്റ്റിക്റ്റ മദർ ടിഞ്ചർ 5 ഡ്രോപ്സ് 4 ടൈംസ് ഡെയിലി കൊടുക്കും. എന്നിട്ട് കാലിയൈഡം 30 അവർലി കൊടുക്കും. ഓൾറെഡി ജലദോഷം വന്ന് പേഷ്യന്റ് സഫറിങ് ആണെങ്കിൽ, പക്ഷെ പനി വരാൻ പോകുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ സ്റ്റിക്റ്റ മദർ ടിഞ്ചർ 4 ടൈംസ് ഡെയിലി കൊടുക്കും. എന്നിട്ട് കാലിയൈഡം 30 അവർലി കൊടുക്കും. അങ്ങനെയും ചെയ്യാം. നെക്സ്റ്റ്, ഫീവർ ആഫ്റ്റർ ഡ്രെഞ്ചിങ് ഇൻ റെയിൻസ്. മഴ നനഞ്ഞതിന് ശേഷമാണ് പനി വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ റെസ്റ്റോക്സ് ആണ് മെഡിസിൻ. അപ്പൊ റെസ്റ്റോക്സ് 30 കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സൈലീഷ്യ 6x കൊടുക്കാം, മാക്ഫോ 6x കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ റെസ്റ്റോക്സ് ആണ് മെയിൻ മെഡിസിൻ എന്ന് പറയുന്നത്. ഫീവർ ആഫ്റ്റർ ഡ്രെഞ്ചിങ് ഇൻ റെയിൻസ്, വേഴ്സ് അറ്റ് നൈറ്റ് ആൻഡ് ഡ്യൂറിംഗ് റെസ്റ്റ്, ഹാസ് ടു ടേക്ക് ദ ചൈൽഡ് ഓൺ ഷോൾഡർ ആൻഡ് വാക്ക് അബൌട്ട് ഓൾ ത്രൂ ദ നൈറ്റ്. അതായത് നേരത്തെ പറഞ്ഞു, നമ്മൾ ആന്റിയം ടാർട്ട് പറഞ്ഞപ്പോഴേ പറഞ്ഞു, കുട്ടീനെ രാത്രി മുഴുവനും എടുത്ത് നടക്കേണ്ടത് റെസ്റ്റോക്സിന്റെ സിംറ്റം ആണ്. ചില്ലി ആസ് ഇഫ് കോൾഡ് വാട്ടർ were poured over him, dry teasing cough from midnight until morning or even when putting hands out of bed cover, influenza with bone pains, trembling. അതായത് ഇതാണ് റെസ്റ്റോക്സിന്റെ സിംറ്റം. റെസ്റ്റോക്സിന്റെ ഒരു കഫ് ഉണ്ട്, അതും ഇമ്പോർട്ടന്റ് ആണ്. രാത്രി തുടങ്ങും റെസ്റ്റോക്സിന്റെ കഫ്, എന്നിട്ട് രാവിലെ മോർണിംഗ് വരയ്ക്കും ആ കഫ് ഉണ്ടാവും. പിന്നെ റെസ്റ്റോക്സ് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും കവേർഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആ ബെഡ്ഷീറ്റിന് പുറത്തുനിന്ന് ഒരു കൈ പോകുന്നത് പോലും പേഷ്യന്റിന് കഫ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പേഷ്യന്റ് അത്രയും കോൾഡ്നെസ് ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു കൈ പോലും പുറത്തിടാൻ വേണ്ടി പറ്റില്ല റെസ്റ്റോക്സ് പേഷ്യന്റിന്. അതേപോലെ സിംറ്റം ഉള്ളതാണ് റൂമെക്സ് ക്രിസ്പസും ഹെപ്പാർസെൽഫും. അതറിയാം, നമുക്ക് ആ തൊട്ടടുത്ത റൂമിൽ ഫാൻ ഉണ്ടെങ്കിൽ പോലും ഹെപ്പാർസെൽഫ് പേഷ്യന്റിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അരേലിയ റെസിമോസ, അതൊക്കെ അതാണ്. മീൻസ് ചെറിയ കോൾഡ് പോലും അവർക്ക് പറ്റില്ല.
അതാണ് ഈ മെഡിസിൻസിന്റെ പ്രത്യേകത. റെസ്റ്റോക്സ്, ഹെപ്പാർസൾഫ്, റൂമെക്സ്, അരേലിയ റെസിമോസ, അതൊക്കെ അങ്ങനെയാണ്. ഇതേപോലെ തന്നെ ഡ്രെഞ്ചിങ് ഇൻ റെയിൻ കോസസ് ഓൾ പ്രോബ്ലംസ്. അതിന് റെസ്റ്റോക്സ് മാത്രമല്ല, ഫോസ്ഫറസും ഉണ്ട്, ഡൽക്കാമറയും ഉണ്ട്. അതും നല്ല മെഡിസിൻ ആണ്. പിന്നെ നമ്മൾ സിംറ്റംസ് നോക്കിയിട്ട് നമ്മൾ ഏതാണോ ആ സമയത്ത് നമുക്ക് പേഷ്യന്റിന് ഏറ്റവും തോന്നുന്നത് നല്ലതായി തോന്നുന്നത് ആ മെഡിസിൻ കൊടുക്കാം. പക്ഷെ മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത് റെസ്റ്റോക്സ് ആണ്. മെയിൻ മെഡിസിൻ റെസ്റ്റോക്സ് ആണ്. റെസ്റ്റോക്സിൽ പറയുമ്പോൾ ഡ്രെഞ്ചിങ് മാത്രമല്ല, ഡ്രിസ്ലിംഗ് ഇൻ റെയിൻ ആണെങ്കിലും നമുക്ക് റെസ്റ്റോക്സ് കൊടുക്കാം. ചാറ്റൽ മഴ കൊണ്ടാൽ തന്നെ പനി വരും എന്ന് പറയും. എക്സ്പോഷർ ടു ഡ്രിസ്ലിംഗ് റെയിൻസ് ബ്രിങ്സ് ഓൺ ഫീവർ എന്നാണെങ്കിലും റെസ്റ്റോക്സ് കൊടുക്കാം. ചെറിയ മഴ നനയുമ്പോഴേക്കും പനി വരിക, അതാണ് റെസ്റ്റോക്സ്. ഇനി ഫീവർ വിത്ത് വെർട്ടേഗോ ഓർ ഡിസിനസ് cannot get up. The patient will be forced back to bed if it tries to get up. Extreme thirst or without thirst. അത് ബ്രയോണിയ. ബ്രയോണിയ പേഷ്യന്റിന് പനി വരുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും, ഡിസിനസ് ആയിരിക്കും, ഭയങ്കര ക്ഷീണം. പേഷ്യന്റ് എപ്പോഴും കിടന്നുകൊണ്ടേയിരിക്കും, തല പൊക്കാൻ പോലും പറ്റില്ല. ഇനി തല ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കിയാലും ഡിസിനസ് കാരണം പേഷ്യന്റ് തിരിച്ച് ബെഡിലോട്ട് തന്നെ വീഴും. അതാണ് ബ്രയോണിയ പേഷ്യന്റ്. പിന്നെ നമ്മൾ പറയാം ബ്രയോണിയ പേഷ്യന്റിന് തേഴ്സ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ പനിയുണ്ട്, ഭയങ്കര ദാഹമാണെന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം ബ്രയോണിയ എഴുതും. ഇപ്പൊ ബ്രയോണിയും മാക്ഫോസും ആണ് കൊടുക്കുക. ഇനിയിപ്പോ സൈലീഷ്യ ആണെങ്കിലും കൊടുക്കാം, അത് കുഴപ്പമില്ല. ബ്രയോണിയ 6 അല്ലെങ്കിൽ 30 കൊടുക്കും. പക്ഷെ ഈ ഒരു സിംറ്റം ഉണ്ടെങ്കിൽ പേഷ്യന്റ് പറയുകയാണ് എനിക്ക് തല പൊക്കാൻ പറ്റുന്നില്ല, അത്ര ക്ഷീണമാണ്, മീൻസ് തല കറക്കം, ഡിസിനസ് ഉണ്ട്, വേർട്ടേഗോ ഉണ്ട്, എണീക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെയും കിടക്കാൻ തോന്നുകയാണ്, ഞാൻ അറിയാതെ വീണ് പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ബ്രയോണിയ കൊടുക്കാം. അത് ഈവൻ തേഴ്സ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ബ്രയോണിയ കൊടുക്കാം. ആ സിംറ്റം അത്രയും പ്രോമിനന്റ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അതാണ്. ഇപ്പൊ രാം സാറിനെ പറയും, സാറിനും മുന്നേ പനി വന്നിട്ടുണ്ടായിരുന്നപ്പോ ഇതുപോലത്തെ സിംറ്റം ഉണ്ടായിരുന്നു, ബ്രയോണിയയുടെ സിംറ്റം ആയിരുന്നു. ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റില്ല. എഴുന്നേക്കാൻ നോക്കുമ്പോ തലകറങ്ങും, പിന്നെയും അതേപോലെ കിടക്കും. അങ്ങനെ കിടന്നു. എന്നിട്ട് സാറിന്റെ അച്ഛനായിരുന്നു, അപ്പൊ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഇപ്പൊ ബ്രയോണിയ 30 ആണ് അവർലി കൊടുത്തത്. ഒരു 2-3 ഡോസ് കഴിച്ചപ്പോ തന്നെ അത് നോർമലായി, പനി കുറഞ്ഞു. മീൻസ് ആ ഒരു ഡിസിനസും ആ ഒരു ക്ഷീണവും എല്ലാം പോയി എന്ന് സാർ എപ്പോഴും പറയും. അതിനി ബ്രയോണിയ ടിഞ്ചർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പൊട്ടൻസി ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം എല്ലാവർക്കും. നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പറയുന്നേ ഉള്ളൂ. പക്ഷെ പലർക്കും ചിലപ്പോ ഓരോ പൊട്ടൻസിയിലായിരിക്കും അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ അവർക്ക് ആ പൊട്ടൻസി യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇനി അടുത്തത് ഫീവർ വിത്ത് മീസൽസ് ലൈക്ക് റാഷസ് ഓർ ഫോർ മീസൽസ് ഓൾസോ. മീസൽസ് വരുന്ന ഒന്നെങ്കിൽ മീസൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മീസൽസ് അല്ലായിരിക്കാം, പക്ഷെ അതുപോലത്തെ റാഷസ് കാണുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുക ജെൽസീമിയാണ്. 3x കൊടുക്കാം, 6e കൊടുക്കാം, 30 കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇത് കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നാട്രമ്യൂർ 6x രണ്ടും അവർലി കൊടുക്കാൻ വേണ്ടി പറയും. ഇതാണ് നമ്മൾ കൊടുക്കുക. അത് മീസൽസ് ആണെങ്കിലും അല്ലെങ്കിൽ മീസൽസ് ലൈക്ക് റാഷസ് ആണെങ്കിലും ജെൽസീമിയാണ് കൊടുക്കുക. പിന്നെ വിത്ത് റെഡ്നെസ് ഓഫ് ഐസ്, കണ്ണ് ഭയങ്കര ചുവന്നിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇടയ്ക്ക് 1-2 ഡോസ് യുഫ്രേഷ്യയും കൂടെ കൊടുക്കും. ചിലപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ തന്നെ ഒരു ഡോസ് യുഫ്രേഷ്യ കൊടുത്തിട്ടായിരിക്കും പിന്നെ പേഷ്യന്റിന് വിടുക. ചിലർക്ക് അത്രേ കൊടുക്കുള്ളൂ, കൂടുതൽ കൊടുക്കില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് കൊടുത്തുവിടും, രാവിലെയും രാത്രിയും മാത്രം ഓരോ ഡോസ് കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെ മീസൽസ് ഓർ മീസൽസ് ലൈക്ക് റാഷസ് ജെൽസീമിയും നാട്രമ്യൂറും ആണ്. ഇനി അടുത്തത് ജെൽസീമിയത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് സിംറ്റം ആണ് ഫീവർ വിത്ത് അൺകൺട്രോളബിൾ ഷിവറിങ്. അതായത് വിറച്ചിട്ട് ആ പേഷ്യന്റ് പറയും എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമോ എന്ന് പറയും, കാരണം അത്രയും ഷിവറിങ് ആയിരിക്കും. വിത്ത് അൺകൺട്രോളബിൾ ഷിവറിങ്, ടയേർഡ് ഓർ ഡ്രൗസി ഐസ് ഓർ ഡ്രൂപ്പിംഗ് ഓഫ് ഐസ് ആൻഡ് വീക്ക്നെസ് ഓഫ് ഓൾ ലിംസ്. അത് ജെൽസീമിയം 3x 6e 30 എന്ത് വേണമെങ്കിൽ കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സൈലീഷ്യ 6x ആണ് കൊടുക്കുക. ബോത്ത് അവർലി ടിൽ ബെറ്റർ. ജെൽസീമിയത്തിന്റെ പോയിന്റ് എന്താ വെച്ചാൽ വാണ്ട്സ് ടു ബി ഹെൽഡ് ബിക്കോസ് ഹി ഓർ ഷീ ഷേക്ക് സോ മച്ച്. അത്രയും ഷിവറിങ് ആയതുകൊണ്ട് ഒന്ന് പിടിക്കാൻ, നമ്മളൊന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി പറയും. അതാണ്. ഐസ് ഭയങ്കര ഹെവി ആയിരിക്കും, എക്സസീവ് ട്രംബ്ലിംഗ് ആൻഡ് വീക്ക്നെസ് ഓഫ് ഓൾ ലിംസ്. അതും ജെൽസീമിയത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് സിംറ്റം ആണ് ഷിവറിംഗ് എന്ന് പറയുന്നത്. ഇനി അതേപോലെയുള്ളതാണ് ഒപ്പിയം 30. 30 ഏത് പൊട്ടൻസി ആണെങ്കിൽ യൂസ് ചെയ്യാം. ഒപ്പിയത്തിനും ഇതേപോലെ ഒരു സിംറ്റം ഉണ്ട്, അൺകൺട്രോളബിൾ ഷിവറിംഗ്. അൺകൺട്രോളബിൾ ഷിവറിംഗ് ഉണ്ട് ഒപ്പിയത്തിനും. പക്ഷെ ഒപ്പിയത്തിന് പറയുമ്പോൾ സിംഗിങ് ഡ്യൂറിംഗ് ടൈഫോയിഡ് ഓർ സിംഗിങ് ഡ്യൂറിംഗ് ഫീവർ ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് പത്തോജനിക് ഫീവേഴ്സ്, cheerful in mental derangement, pleasant dreams, desire to escape in fever, talk in a loud voice. ഷിവറിങ്ങും ഉണ്ടാവും, അൺകൺട്രോളബിൾ ഷിവറിങ്ങും ഉണ്ടാവും, പക്ഷെ അതേപോലെ ഒരു ഡെലീരിയം സ്റ്റേറ്റും ആയിരിക്കും ഒപ്പിയത്തിന് ഉണ്ടാവുക. ജെൽസേമിയത്തിന് അങ്ങനെ ഉണ്ടാവില്ല, ഭയങ്കര വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒപ്പിയത്തിന് കുറച്ചും കൂടി ഒരു ഡെലീരിയം ആയിരിക്കും, പാട്ടൊക്കെ പാടും, അങ്ങനെയൊക്കെ ആയിരിക്കും ഒപ്പിയത്തിന് ഉണ്ടാവുക.
ഇനി സഡൻ ഹൈ ഫീവർ വിത്ത് ചിൽസ് ആൻഡ് ഷിവറിംഗ്, സഫറിംഗ് എക്സ്പ്രഷൻ വിത്ത് ഇറിറ്റേഷൻ ഇൻ ത്രോട്ട്, നാഗിങ് കഫ്. സഡൻ ഹൈ ഫീവർ എന്ന് പറയുമ്പോൾ തന്നെ അത് അക്കോണൈറ്റ് ആണ് സിംറ്റം. ഇപ്പൊ ചില കുട്ടികളൊക്കെ വന്ന് പറയും രാവിലെ ഒരിക്കലും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, സ്കൂളിൽ പോയി കുറച്ചു കഴിഞ്ഞ ഉടനെ പനി വന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങുന്നവരേക്കും ഒരു കുഴപ്പമില്ല, ഉറങ്ങി എണീറ്റ ഉടനെ പനി വന്നു. അങ്ങനെ സഡൻ ഹൈ ഫീവർ എന്ന് പറയുമ്പോൾ അത് അക്കോണൈറ്റ് ആണ് മെഡിസിൻ വരുന്നത്. അക്കോണൈറ്റിനും അതേപോലെ ചിൽസും ഷിവറിങ്ങും ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതിന് സൈലീഷ്യ കൊടുക്കാം, അക്കോണൈറ്റും സൈലീഷ്യയും കൊടുക്കാം. ഇനി ഇതേപോലെ സഡൻ ഹൈ ഫീവർ ദാറ്റ് ഇസ് സിംറ്റം സെറ്റ് ഇൻ വിത്ത് വയലൻസ് വിത്ത് ലീനിയ നേസാലിസ് മാർക്ക്ഡ്, പിന്നെ ഭയങ്കര സഫറിങ് എക്സ്പ്രഷനും ഉണ്ടെങ്കിൽ അക്കോണൈറ്റിന് പകരം എത്തൂസിയും കൊടുക്കാം. അതാണ് എത്തൂസ 30 കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സൈലീഷ്യ 6 കൊടുക്കാം. നമ്മൾ എത്തൂസ എഴുതിയിട്ടുണ്ട്. ലീനിയ നേസാലിസ് മോർ പ്രോമിനന്റ് വിത്ത് ഫീവർ സെറ്റൻ വിത്ത് വയലൻസ്. നമ്മൾ അക്കോണൈറ്റ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് പാർട്ടിൽ. എന്നാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. വിത്ത് നാഗിങ് കഫ്, ഇറിറ്റേഷൻ, ത്രോട്ട് ഒക്കെ ആണെങ്കിൽ അക്കോണൈറ്റും സൈലീഷ്യയും കൊടുക്കാം. പിന്നെ നമ്മളിപ്പോ ഒരുപാട് ചില്ലിനെസ് ഒക്കെ ഉണ്ട്, വിറയ്ക്കണു എന്നൊക്കെ പറയുമ്പോൾ മുഖം കുറച്ചൊന്ന് ഡസ്കി ആണ്, ഇങ്ങനെ ഭയങ്കര കുളിര് വരുന്നു പറയുമ്പോൾ ഡസ്കി ആണെങ്കിൽ അവിടെ എന്തായാലും നമ്മളൊരു UTI സസ്പെക്ട് ചെയ്യും. അപ്പൊ ചിലപ്പോ ഒരുപാട് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ യൂറിൻ പിടിച്ച് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവര് നിർബന്ധിക്കില്ല. കുറച്ച് വലിയവരൊക്കെ ആണെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ എന്തായാലും റൊട്ടീൻ ചെയ്യുമ്പോൾ അതിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പൊ അതാണ്, കുളിരും പനിയും വരുമ്പോൾ നമ്മൾ എപ്പോഴും യൂറിനറി ഇൻഫെക്ഷനും കൂടെ ഒന്ന് സസ്പെക്ട് ചെയ്യുക. അത് ഡസ്കി ഫേസ് ഉണ്ടെങ്കിൽ 100% അത് ഉറപ്പായിരിക്കും. കാർമേഘം ഇരുണ്ടു കൂടിയതുപോലത്തെ മുഖമായിരിക്കും അവരുടെ. അപ്പൊ നമ്മൾ അക്കോണൈറ്റ് അല്ല കൊടുക്കുക, പൈറോജനും സൈലീഷ്യയാണ് കൊടുക്കുക. പൈറോജൻ 30 കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സൈലീഷ്യ 6 കൊടുക്കും. ഇനി ഇത് കുറച്ച് സ്പെഷ്യൽ സിംറ്റംസ് ആണ്. നമുക്ക് എപ്പോഴും ഇതുപോലത്തെ കേസസ് കിട്ടണം എന്നില്ല ക്ലിനിക്കില്. പക്ഷെ കിട്ടുമ്പോ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ വരാം, നമ്മളുടെ വീട്ടിൽ ആർക്കെങ്കിലും വരാം. അപ്പൊ ആ സമയത്ത് നമുക്ക് അറിയാതെ പോവരുതല്ലോ. അപ്പൊ ഇതൊക്കെ റെഫറൻസിന് വേണ്ടിയിട്ട് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഫീവർ വിത്ത് ചാറ്ററിങ് ഓഫ് ടീത്ത്, പല്ലിങ്ങനെ കൂട്ടിയിടിക്കാം, ഇങ്ങനെ പനി വരുമ്പോ പല്ല് കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കും. അതാണ് ഫീവർ വിത്ത് ചാറ്ററിങ് ഓഫ് ടീത്ത്. അൺടിൽ നൂൺ വിത്ത് ഇന്റേണൽ കോൾഡ്നെസ്, പനി ഉള്ളപ്പോൾ ഒരു തണുപ്പ് കാരണം പല്ല് നറു എന്ന് കടിക്കുന്നു, or കൂട്ടിയിടിക്കുന്നു എന്ന് പറയും. അതിന്റെ മെഡിസിൻ റേഡിയം ബ്രോമൈഡ് 30 ആണ്. റേഡിയം ബ്രോമൈഡ് 30 അത് കൊടുത്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സൈലീഷ്യ 6 മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ 3 രണ്ടും അവർലി കൊടുക്കാം. പക്ഷെ മെയിൻ മെഡിസിൻ എന്ന് പറയുന്നത് റേഡിയം ബ്രോമൈഡ് ആണ്. റേഡിയം ബ്രോമൈഡും ക്യാംഫറും രണ്ടും ചാറ്ററിങ് ഓഫ് ടീത്തിന് നല്ലതാണ്. പല്ലിങ്ങനെ കൂട്ടിയിടിക്കുക, അതാണ് ചാറ്ററിങ് ഓഫ് ടീത്ത് എന്ന് പറയുന്നത്. ഇത് കുറച്ച് റെഫറൻസിനുള്ള പോയിന്റ്സ് ആണ്. ഫീവർ എന്ന് മാത്രമല്ല അല്ലാത്തതും നമുക്ക് കൊടുക്കാം. ഫീവർ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വിത്തൗട്ട് ഫീവർ ആണെങ്കിലും നമുക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നോട്ട് ചെയ്ത കുറച്ച് പോയിന്റ്സ് ആണ് ഇതൊക്കെ. നമ്മളിപ്പോ കോൾഡ്നെസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ ഷിവറിംഗ് പറഞ്ഞു, ഇപ്പൊ ജെൽസീമിയം പറഞ്ഞു, അക്കോണൈറ്റ് പറഞ്ഞു, റേഡിയം ബ്രോമൈഡ് പറഞ്ഞു, കോൾഡ്നെസ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ മെഡിസിൻ ഹെലോഡെർമ. ഹെലോഡെർമ എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ഷിവറിംഗ് വിത്ത് ആർട്ടിക് കോൾഡ്നെസ്. ആർട്ടിക് പറയുമ്പോൾ നമുക്ക് ഒരു അന്റാർട്ടിക്കയിലോ അല്ലെങ്കിൽ ആർട്ടിക് റീജിയനിൽ പോയ പോലെ അത്രയും കോൾഡ്നെസ് ആയിരിക്കും പേഷ്യന്റ് ഉണ്ടാവുക. അതാണ് ഹെലോഡെർമയുടെ സിംറ്റം. വിത്ത് ഫീവറും ആവാം, വിത്തൗട്ട് ഫീവർ, ഏത് അസുഖവും ആയിക്കോട്ടെ. പക്ഷെ ഇങ്ങനത്തെ ഒരു സിംറ്റം ഉണ്ട്, എക്സ്ട്രീം ഷിവറിംഗ് വിത്ത് ആർട്ടിക് കോൾഡ്നെസ് ആണെങ്കിൽ അത് ഹെലോഡെർമയാണ്. അപ്പൊ ഹെലോഡെർമ പറഞ്ഞപ്പോ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ക്ലിനിക്കിൽ കൊടുത്ത ഫീഡ്ബാക്ക് കിട്ടിയ ഒരു ഇതും കൂടെ പറയാം. ഈ ചില പേഷ്യൻസ് വന്നിട്ട് പറയും ഈ നടക്കുമ്പോ കാല് സ്പോഞ്ചിലൂടെ നടക്കുന്ന പോലെ ഉണ്ട് എന്ന് പറയും. ചെരുപ്പിട്ടിട്ടായിരിക്കും അവർ നടക്കുന്നുണ്ടാവുക, പക്ഷെ അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. അവര് പറയും സ്പോഞ്ചിന്റെ മേലെ കൂടെ നടക്കുന്ന പോലെ ഉണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ബെഡിന്റെ മേലെ കൂടെ നടക്കുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറയും, സോഫ്റ്റ് ആയിട്ടുള്ള ബെഡിന്റെ അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ഹെലോഡെർമ 30 കൊടുക്കാം. അത് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് വായിച്ചപ്പോ ഒന്ന് ഓർമ്മ വന്നപ്പോ അതുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഹെലോഡെർമ അതിന് നല്ലതാണ്. ഇതും എക്സ്ട്രീം ഷിവറിംഗ് വിത്ത് ആർട്ടിക് കോൾഡ്നെസ്. ഇനി ആന്റിം ടാർട്ട് പറയുമ്പോൾ കോൾഡ്നെസ് ഇൻ ബ്ലഡ് വെസൽസ് വിത്ത് ഷിവറിംഗ് സെൻസേഷൻ, ചിൽ ആൻഡ് പെയിൻ ഇൻ മസിൽസ്. ബ്ലഡ് വെസൽസിൽ നമുക്ക് കോൾഡ്നെസ് ഫീൽ ചെയ്യാൻ പറ്റും. അത്രയും ഷിവറിങ്ങും ചില്ലിനെസ് ഒക്കെ ആയിരിക്കും ആന്റിം ടാർട്ടിന്. ഇനി എബിസ്കാനും അക്കോണൈറ്റും. എബിസ്കാനും അക്കോണൈറ്റ് നാപ്പലസ് എന്ന് പറയുമ്പോൾ കോൾഡ് ഷിവറിങ് ആസ് ഇഫ് ബ്ലഡ് വർ ഐസ് വാട്ടർ. നമ്മളുടെ ബ്ലഡ് ഐസ് വാട്ടർ ആണ്, നമ്മുടെ ശരീരത്തിലൂടെ പോണെന്ന് നമുക്ക് തോന്നും. അതാണ് കോൾഡ് വാട്ടർ ഫീലിംഗ് ബിറ്റ്വീൻ ഷോൾഡേഴ്സ്, ചിൽ റൺസ് ഡൗൺ ദ ബാക്ക്. അത് എബിസ്കാനും അക്കോണൈറ്റും ആണ്. പിന്നെ അരേനിയ ഡയഡിമ. പറയുമ്പോൾ ഷിവറിങ്,
പേഷ്യന്റ് ഫീൽസ് കോൾഡ് ടു ദ ബോൺസ് നോട്ട് റിലീവ്ഡ് ബൈ എനിത്തിങ്. നമ്മളുടെ ബോൺസ് പോലും ഭയങ്കര കോൾഡ് ആയിട്ടായിരിക്കും തോന്നുക. നമുക്കത് എന്ത് ചെയ്താലും നമുക്ക് ആ കോൾഡ്നെസ് മാറില്ല. അതേപോലെ അരേനിയ ഡയഡമിന്റെ ഒരു ഇമ്പോർട്ടന്റ് സിംറ്റം ആണ് പീരിയോഡിസിറ്റി. അതൊരിക്കലും മറക്കരുത്. അരേനിയക്ക് പീരിയോഡിസിറ്റി ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ ചിലപ്പോൾ ഫീവർ പനിയാണെങ്കിലും ചില പേഷ്യൻസ് ഒന്ന് പറയും എല്ലാ ദിവസവും രാവിലെ 10 മണിയാകുമ്പോൾ പനി വരും, പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ മാറും. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും പനി വരും. ആ കൃത്യസമയം പറയും പേഷ്യന്റ്, ഇന്ന സമയത്താണ് എനിക്ക് ഇത്രയും ദിവസമായിട്ട് പനി വരുന്നത്. ചിലപ്പോൾ കുറേ ദിവസം അലോപ്പതിക് മെഡിസിൻ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹോമിയോ മെഡിസിൻ എന്തോ ആയിക്കോട്ടെ, ഒരുപാട് ദിവസം മെഡിസിൻ എടുത്തിട്ടുണ്ടാവും, പക്ഷെ ഒന്നും മാറിയിട്ടില്ല. സമയം പറയും, എല്ലാ ദിവസവും ഈ സമയമാകുമ്പോഴാ പനി വരുന്നതെന്ന് പറയുകയാണെങ്കിൽ പിന്നെ അത് അരേനിയ ഡയഡിമയാണ് മെഡിസിൻ. വേറെ ഒന്നും കൊടുക്കണമെന്നില്ല. അരേനിയ ഡയഡിമ കൊടുത്താൽ ചിലപ്പോൾ ഒരു ഡോസ് കൊണ്ടൊക്കെ അത് മാറും. നെക്സ്റ്റ് മെഡിസിൻ കാലൻഡുല. കാലൻഡുലയാണ്. അത് പറയുമ്പോൾ ഹോറിപ്പുലേഷൻ വിത്ത് അസിഡിറ്റി ആൻഡ് സ്റ്റൊമക് പ്രോബ്ലംസ് വിത്ത് ഓർ വിത്തൗട്ട് ഫീവർ, ഷിവറിംഗ് ഫെൽറ്റ് ഓൺ ബാക്ക്, ഷിവറിംഗ് ഇൻ ഓപ്പൺ എയർ. ഈ ബോറിക്കിൽ തന്നെ ഹോറിപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ഉള്ളത് കാലൻഡുലയിൽ മാത്രമാണ്. വേറെ പല ഹോറിപ്പുലേഷന്റെ അർത്ഥം എന്താ വെച്ചാൽ ഗൂസ് ബംസ്, അല്ലെങ്കിൽ രോമാഞ്ചം വരിക. അതാണ് ഹോറിപ്പുലേഷന്റെ മീനിങ് എന്ന് പറയുന്നത്. പലർക്കും അറിയായിരിക്കാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതാണ്. പക്ഷെ ഇപ്പോ രോമാഞ്ചം എന്നോ ഗൂസ് ബംസ് എന്നോ പല മെഡിസിൻസിലും എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ഹോറിപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് എഴുതിയിട്ടുള്ളത് കാലൻഡുലയിൽ മാത്രമാണ്. അപ്പൊ എപ്പോഴും രാം സാർ പറയും മേ ബി അത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടായിരിക്കാം, ഒന്ന് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ആ വേർഡ് കാലൻഡുലയിൽ യൂസ് ചെയ്തതെന്ന് പറയാം. അത് ഈവൻ ഫീവറിലാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റൊമക് പ്രോബ്ലംസോ ആസിഡിറ്റിയോ, അത് വിത്ത് ഫീവർ ആയിക്കോട്ടെ വിത്തൗട്ട് ഫീവർ ആയിക്കോട്ടെ, എന്ത് പ്രശ്നമുള്ളപ്പോഴും ഹോറിപ്പുലേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് കാലൻഡുല കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഇതൊരു ഇമ്പോർട്ടന്റ് ഫീവർ ആണ്. സിനാ ഫീവർ എന്നാണ് പറയാം. ഈ സിനാ ഫീവർ എന്താ വെച്ചാൽ ഹോട്ട് ഹാൻഡ്സും കോൾഡ് ഫേസും ആയിരിക്കും. കൈ ഭയങ്കര ഹോട്ട് ആയിരിക്കും, എന്നാൽ മുഖത്ത് എവിടെ തൊട്ടാലും ഭയങ്കര ഐസി കോൾഡ് ആയിരിക്കും. അതാണ് സിനാ ഫീവർ. സിനാ ഫീവർ എന്ന് പറയുമ്പോഴേ ഹോട്ട് ഹാൻഡ്സ് ആൻഡ് കോൾഡ് ഫേസ് ആണ്. കൈ ചൂടും മുഖം ഐസി കോൾഡും. അതാണ് സിനാ ഫീവർ. Piteous morning, child throws arms from side to side with severe crying, bores fingers into nose or in any of the orifice in the body. കണ്ണുകളുടെ ചുറ്റും ഇരുണ്ട ഓർ കറുത്ത നിറം, ബ്ലാക്ക് റിങ്സ് അറൌണ്ട് ഐസ്. അപ്പൊ അതാണ് സിനന്റെ സിംറ്റം എന്ന് പറയുന്നത്. സിന 60 ഓർ 30 കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാക്ഫോ 6x അല്ലെങ്കിൽ സൈലീഷ്യ 6x, രണ്ടും അവർലി ടിൽ ബെറ്റർ. അപ്പൊ സിന ഫീവർ. ഇപ്പോ കണ്ണുകളുടെ ചുറ്റും ഇരുണ്ട നിറം ഓർ കറുത്ത നിറം പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇപ്പൊ ഫീവർ ഇല്ലാതെയും ചിലപ്പോൾ പേഷ്യൻസ് അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം അവർക്ക് ഡീവേം ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഡീവേം ചെയ്യണം ആദ്യം. അങ്ങനെ ഇപ്പൊ ചിലവർക്ക് അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിരിക്കാം, ഒരു ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയായിട്ട് വരാം. എന്തായാലും കാണുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു പേഷ്യന്റ് അങ്ങനെ കാണുകയാണെങ്കിൽ ഡീവേം ചെയ്തിട്ടില്ലെങ്കിൽ കൊടുക്കുക. നമ്മൾ സാധാരണ ഡീവേമിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലിനിക്കിൽ കൊടുക്കുക ചീലോൺ മദർ ടിഞ്ചർ ആണ് കൊടുക്കുക. ഇപ്പൊ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്പർ 60 പിൽസില് കുറച്ച് പിൽസേ എടുക്കുള്ളൂ. ഒരു 5 ദിവസത്തേക്കോ 6 ദിവസത്തേക്കോ കൊടുക്കുള്ളൂ. നമ്പർ 60 പിൽസ് കുറച്ച് വലുതായിരിക്കുമല്ലോ. അപ്പൊ ഒരു ഗുളിക വെച്ചിട്ട് 3 നേരം കഴിക്കാൻ വേണ്ടി പറയും. അപ്പൊ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 20 പിൽസ് മതിയാവും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു 20 പിൽസ് എടുത്തിട്ട് അതിൽ കുറച്ച് ചീലോൺ മദർ ടിഞ്ചർ മെഡിക്കേറ്റ് ചെയ്യും. ഒരു 5 to 6 സ്പെല്ലിംഗ് എന്ന് പറയോ? CHELONE. CHELONE. ഓക്കെ. ചീലോൺ മദർ ടിഞ്ചർ മെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു ഗുളിക വെച്ചിട്ട് 3 നേരം കൊടുക്കും. ഒരു 5 to 6 days കൊടുക്കും. അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. പക്ഷെ ഒരു മുതിർന്നവരൊക്കെ ആവുമ്പോൾ നമ്മളൊരു 5 ഡ്രോപ്സ് വെച്ചിട്ട് 3 നേരം കഴിക്കാൻ വേണ്ടി പറയും. കുറച്ച് വെള്ളത്തിൽ 5 ഡ്രോപ്സ് വെച്ചിട്ട് 3 നേരം. അതൊരു 8 to 10 days കഴിച്ചിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയും. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒരു 3 to 4 months കൂടുമ്പോൾ വേംസിന് ഡീവേം ചെയ്യാൻ വേണ്ടി മെഡിസിൻ കൊടുക്കും. മുതിർന്നവരൊക്കെ ആവുമ്പോൾ ഒരു 6 months, once in 6 months കൊടുത്താൽ മതി അവർക്ക്. അങ്ങനെ എല്ലാ വരയ്ക്കും ഏത് വരയ്ക്കാണ്? വലിയ വരയ്ക്കാണോ? പിൻപോ? എല്ലാവരേക്കും, ഈവൻ പാരസൈറ്റ്സിന് പോലും ചീലോൺ ബെസ്റ്റ് മെഡിസിൻ ആണ്. നമ്മൾ ബോറിക്കിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് ആൻ എനിമി ടു എനി കൈൻഡ് ഓഫ് വേം അഫക്റ്റിംഗ് അവർ ബോഡി എന്നാണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് എനിമി ടു എനി കൈൻഡ് ഓഫ് വേം, എനിമി. അപ്പൊ അത് അത്രയും, അതുകൊണ്ടാണ് ചീലോൺ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളുടെ അടുത്ത് ഒരു ഡോക്ടർ തന്നെ, ഒരു ഹോമിയോ ഡോക്ടർ തന്നെ അവരുടെ ഒരു കേസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചെന്താ വെച്ചാ നോർമൽ ആയിരുന്നു, പക്ഷെ പെട്ടെന്ന് ഭയങ്കര ക്ഷീണം, ആള് ഭയങ്കര മെലിഞ്ഞു പോയി, വെയിറ്റ് കുറഞ്ഞു. ഒരു 10 kg, ഒരു 8 to 10 kg ഒക്കെ ആള് ലോസ് ആയി, വെയിറ്റ് ലോസ് ആയി. പിന്നെ ഭയങ്കര ചുമയ്ക്കുമ്പോ എന്താ വെച്ചാ ചുമച്ചിട്ട് ഇങ്ങനെ തുപ്പുമ്പോ ഈ വേംസ് വരിക.
ചെറിയ ചെറിയ വേംസ് ആണ്, പക്ഷെ അത് വരിക. പിന്നെ ശരീരം മുഴുവനും ചൊറിച്ചില്, സ്കിന്നൊക്കെ ഡ്രൈ ആവുക, അങ്ങനെ കണ്ണൊക്കെ ചൊറിയുക, കണ്ണ് ഡ്രൈ ആവുക. അപ്പോ അവർക്ക് വന്നൊരു കേസായിരുന്നു. അപ്പൊ ഇങ്ങനെ രാംസാറിനെ വിളിച്ച് ചോദിച്ചു. കാരണം ചുമയ്ക്കുമ്പോ വേംസ് വരിക എന്ന് പറയുമ്പോൾ ഇതാവുള്ളൂ. അപ്പൊ നമ്മൾ കൊടുത്തത് ചീലോൺ മദർ ടിഞ്ചർ 5 ഡ്രോപ്സ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് യൂക്കാലിപ്റ്റസ് മദർ ടിഞ്ചർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. രണ്ടും 3 ടൈംസ് ഡെയിലി. ഒരു 10 ദിവസം കൊടുത്തിട്ട് പറയാൻ പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞിട്ട് ആ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞത് ആ പേഷ്യന്റ് ഇപ്പോ കുഴപ്പമില്ല. മീൻസ് ചുമ നിന്നു, കംപ്ലീറ്റ് ആയിട്ട് ചുമ നിന്നു. പിന്നെ സ്കിന്നിൽ ഇച്ചിങ് ഇല്ല, ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറി. അതേപോലെ കണ്ണിലത്തെ ഡ്രൈനെസ് ഒക്കെ മാറി. മീൻസ് വേംസ് നമുക്ക് എവിടെ വേണമെങ്കിലും വരാം. അപ്പോ പാരസൈറ്റ്സ് ആവാം, അത് എവിടെ വേണമെങ്കിലും വരാം. അപ്പൊ അതിനെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ചീലോൺ ബെസ്റ്റ് മെഡിസിൻ ആണ്. അതൊരു നമുക്കൊരു എക്സ്പീരിയൻസും കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫോൺ ചെയ്ത് ഓൺലൈനായിട്ട് ചോദിച്ചതാണ് എന്താ ചെയ്യേണ്ട അവർക്ക് വന്നൊരു പേഷ്യന്റിനെ. അപ്പൊ ചീലോണും യൂക്കാലിപ്റ്റസും ആണ് ആ കേസിൽ കൊടുത്തത്. ചുമയ്ക്കുമ്പോ പാരസൈറ്റ്സോ വേംസോ വരുന്നതിന് ഇത് ബെസ്റ്റ് മെഡിസിൻ ആണ്. മറ്റേ ടുക്രിയും സിനയും ഉപയോഗിക്കാറില്ലേ? അത് സിന കൊടുക്കാറുണ്ട്. പക്ഷെ എന്താ വെച്ചാ ഈവൻ പാരസൈറ്റ്സ് ഉണ്ടെങ്കിലും നമുക്കത് പോവാലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് കൊടുക്കുക ചീലോണാണ് കൂടുതലും കൊടുക്കാറ് കൂടുതൽ വേംസിന്. ഉപയോഗിക്കുന്നത്. അതെ, നമുക്ക് പാരസൈറ്റ്സ് ഉണ്ടെങ്കിൽ പോലും പോവും. അപ്പൊ അതുകൊണ്ട് ചീലോണാണ് കൂടുതൽ കൊടുക്കാറ്. വേംസിന് എന്ന് പറയുമ്പോൾ ഡിവേം ചെയ്യാൻ വേണ്ടി കൊടുക്കുക കൂടുതലും അതാണ്. അടുത്തത് ഇതും അതേപോലെ ഫീവർ ബൈ ടച്ച് ആണ്. ഹെഡ് ആൻഡ് ഫേസ് ഹോട്ട്, ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് കോൾഡ്. തലയും മുഖവും ചൂടായിരിക്കും, എന്നാൽ കൈയും കാലും തണുത്തിട്ടായിരിക്കും. അത് സബാഡില്ലയാണ്. സബാഡില്ല 3XO 6E 30 എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഹെഡ് ആൻഡ് ഫേസ് ഹോട്ട്, ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് കോൾഡ്. അതിന് നമ്മൾ കൊടുക്കുക സബാഡില്ലയാണ്. സിവിയർ ഫീവർ വിത്ത് റൈനൈറ്റിസ്, മട്രിങ് ഡെലീരിയം, പിച്ചും പേയും പറയുക. ഇതൊക്കെ നമ്മൾ എപ്പോഴും നമ്മളുടെ അടുത്ത് എല്ലാം എപ്പോഴും ഈ കേസസ് വരണമെന്നില്ല. പക്ഷെ വരുമ്പോ നമുക്കത് കൺഫ്യൂസ്ഡ് ആവുകയും നമ്മൾ അറിയാതെ പോവുകയും ചെയ്യരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സിംറ്റംസും കൂടെ. ഇതൊക്കെ കുറച്ച് റെയർ ആയിട്ട് നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന സിംറ്റംസ് ആണ്. കിട്ടായികയില്ല, കിട്ടും. അപ്പൊ ആ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിസിൻസ് ഒക്കെ പറയുന്നത്. അപ്പോ ഹെഡ് ആൻഡ് ഫേസ് ഹോട്ട്, ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് കോൾഡ് എന്ന് പറയുമ്പോൾ സബാഡില്ലയാണ് മെഡിസിൻ. ഇനി അടുത്തത് ഹോൾ ബോഡി കോൾഡ് ബട്ട് ഫേസ് ഇസ് ഹോട്ട്. ദേഹം മുഴുവനും തണുപ്പ്, പക്ഷെ മുഖം മാത്രം ചൂട്. അത് ലഡമാണ് മെഡിസിൻ. അപ്പൊ ആ പേഷ്യന്റ് ചിലപ്പോൾ പെയിൻ ഇൻ സ്മോൾ ജോയിന്റ്സ് ഉണ്ടാവും. കനുകനുവായിട്ട് എല്ലുകൾ വേദനിക്കുന്നു എന്ന് പറയും. എക്സ്ട്രീം കോൾഡ്നെസ്, വാണ്ട് ഓഫ് അനിമൽ ഹീറ്റ്, സെൻസേഷൻ ആസ് ഓഫ് കോൾഡ് വാട്ടർ പൗർഡ് ഓവർ ദ പാർട്സ്. അത് ലഡോ ആണ്. നമ്മൾ റെസ്റ്റോക്സിനും ഇതേപോലെ സിംറ്റം പഠിച്ചു. ദാറ്റ് സെൻസേഷൻ ആസ് ഓഫ് കോൾഡ് വാട്ടർ പൗർഡ് ഓവർ ദ പാർട്സ്. റെസ്റ്റോക്സിനും ഉണ്ട്, ലഡത്തിനും ഉണ്ട്. പക്ഷെ ലഡത്തിന് എന്താ വെച്ചാൽ ഹോൾ ബോഡി കോൾഡ് ആയിരിക്കും, പക്ഷെ ഫേസ് മാത്രം ഹോട്ട് ആയിരിക്കും. പിന്നെ ജോയിന്റ്സിലൊക്കെ പെയിൻ ഉണ്ടാവും. അപ്പൊ അതാണ് ലഡത്തിന്റെ സിംറ്റം. ഇനി ഷിവറിങ് ആസ് ഓഫ് കോൾഡ് വാട്ടർ വർ പൗർഡ് ഓവർ ഹിം. അത് കാൻഡാരിസും ഉണ്ട്, സൈലേഷ്യയും ഉണ്ട്. പിന്നെ കാൻഡാരിസ് പറയുമ്പോൾ തന്നെ പേഷ്യന്റ് വരുമ്പോ പറയും മൂത്രമൊഴിക്കുന്ന യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു എരിച്ചിലുണ്ട്, വേദനയുണ്ട്, ഭയങ്കര ബേണിംഗ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അപ്പൊ ഒന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പൊ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കാൻഡാരിസ് കൊടുക്കാം. കാൻഡാരിസിന് എന്താ വെച്ചാൽ കോൾഡ് വാട്ടർ നമ്മുടെ ദേഹത്ത് ഒഴിച്ച പോലെ അത്രയും തണുപ്പായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ എപ്പോഴും ഒരു കുളിരും പനിയും വരുന്ന ആ ഒരു കുളിരുണ്ടാവും. പിന്നെ അതിന്റെ കൂടെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബേണിങ്ങോ പെയിനോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കാൻഡാരിസ് എന്തായാലും കൊടുക്കാം. കാൻഡാരിസും സൈലീഷ്യയും കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ പൈറോജനും സൈലീഷ്യയും ആയിരിക്കും കൊടുക്കുക ഡസ്കി ഫേസ് ആണെങ്കിൽ. അത് ആ കേസ് ടു കേസ് മാറും. അത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി അടുത്തത് ദേഹം മുഴുവനും തണുപ്പ്, വിട്ട് വിട്ട് പനിക്കുക, കണുകണുവായിട്ട് എല്ലുകൾ വേദനിക്കുന്നു എന്ന് പറയും. പ്രത്യേകിച്ചും മുട്ടുകൾ പിടിച്ചു വലിക്കുന്നത് പോലെ വേദനിക്കുക, പഴകിയ നാറ്റം പോലെ വിയർപ്പ്, മസ്റ്റി സ്വെറ്റ്. അതാണ് സൈമെക്സ് 30 ആണ് മെഡിസിൻ. ദേഹം മുഴുവനും തണുപ്പായിരിക്കും സൈമെക്സിന് ഉണ്ടാവുക. വിട്ട് വിട്ട് പനിയും ഉണ്ടാവും. അതേപോലെ ബോൺ പെയിൻസും ഉണ്ടാവും. പിന്നെ മസ്റ്റി സ്വെറ്റ്, അത് സൈമെക്സ് ആണ് മെഡിസിൻ. പിന്നെ ആർണിക്ക എല്ലാവർക്കും അറിയാം. ഫീവർ വിത്ത് ഹോട്ട് ഹെഡ് ആൻഡ് കോൾഡ് ബോഡി. തല ഭയങ്കര ചൂടായിരിക്കും, എന്നാൽ ബാക്കിയുള്ള ശരീരം മുഴുവനും കോൾഡ് ആയിരിക്കും. അതാണ് ആർണിക്ക 30.
ഇനി അടുത്തത് ഇതും കോൾനെസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഫീവർ വിത്ത് കോൾഡ് നീസ് അറ്റ് നൈറ്റ്, chilly every evening, great fatigue with a lack of thirst, but with unnatural hunger, with a vivid night sweat, profuse sweating, larynx very painful, cannot talk on account of pain in the larynx, cough worse from tickling in the throat, cough worse from cold air, reading, talking, presence of stranger, etc. Nervous cough provoked by entrance of stranger, strong odors. അതാണ് ഫോസ്ഫറസ് ആണ് അതിന്റെ സിംറ്റം, അല്ല മെഡിസിൻ. ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ കോൾഡ് നീസ് ആയിരിക്കും, തേഴ്സ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ അൺനാച്ചുറൽ ഹങ്കർ ആയിരിക്കും. പിന്നെ ഫോസ്ഫറസ് പേഷ്യന്റിന് ഫീവർ വരുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ചിലപ്പോൾ ഒച്ച ഉണ്ടാവില്ല അവർക്ക്, ലാരൻസ് ഭയങ്കര പെയിൻഫുള്ളും ആയിരിക്കും, അവർക്ക് സംസാരിക്കാനും പറ്റില്ല. പിന്നെ ഈവൻ സംസാരിക്കാൻ ശ്രമിച്ചാലോ അവർക്ക് ചെറുതായിട്ടൊന്ന് വായിക്കാനോ ഒന്ന് ചെറിയ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും അവർക്ക് അപ്പൊ ചുമ വരും, ഭയങ്കര കഫായിരിക്കും. ആൻഡ് ഈവൻ ആ കഫിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ വെച്ചാൽ പുതിയൊരു സ്ട്രേഞ്ചർ റൂമിലോട്ട് വരുമ്പോൾ ആ സ്ട്രേഞ്ചറിനെ കാണുമ്പോൾ പോലും ഫോസ്ഫറസ് പേഷ്യന്റിന് കഫ് ചെയ്യാൻ വേണ്ടി തുടങ്ങും, സ്ട്രോങ് ഓർഡേഴ്സ് ഒക്കെ കേൾക്കുമ്പോൾ കഫ് ചെയ്യാൻ തുടങ്ങും, ലാരൻസ് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, ഒച്ചയെടുത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഫോസ്ഫറസിന്റെ സിംറ്റം എന്ന് പറയുന്നത്. ഫോസ്ഫറസ് കൊടുക്കാം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 6/30 കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാക്ഫോ 6x മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ. അത് മാക്ഫോസ് തന്നെ വേണമെന്നില്ല, ഭയങ്കര ഷിവറിങ് കോൾഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൈലീഷ്യ 6x വിത്ത് ക്യാംഫർ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇനി ദേഹം മുഴുവനും തണുപ്പ്, തുടർന്നുള്ള പനി, അതിഭയങ്കരമായ ദേഹവേദന, അതിന് ചിനിന മാർസ് 30 കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാക്ഫോ 6x മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ 3x അതും കൊടുക്കാം. ദേഹം മുഴുവനും തണുപ്പ്, തുടർന്നുള്ള പനി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊട്രാക്റ്റഡ് ഫീവർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3-4 ദിവസമായിട്ടും പനി വിടാതെ തുടർന്നുള്ള പനി, അതാണ്. അപ്പൊ അതിന് ചിനിന മാർസ് നല്ലതാണെന്ന് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒന്നുകൂടെ സിംറ്റംസ് ആയിട്ട് പറയാണ്, ദേഹം മുഴുവനും തണുപ്പ്, തുടർന്നുള്ള പനി, അതിഭയങ്കരമായ ദേഹം വേദന. ചിനിനം ആർസ് 30 ആണ് മെഡിസിൻ. പിന്നെ അതിന്റെ കൂടെ മാക്ഫോസ് വിത്ത് ക്യാംഫറോ സൈലീഷ്യ വിത്ത് ക്യാംഫറോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. നെക്സ്റ്റ് മെഡിസിൻ ഫെയിൻസ് ഇൻ ഫീവർ. ഇപ്പൊ ചില പേഷ്യൻസിന് പനി വരുമ്പോ അവര് തലകറങ്ങി വീഴും, പിന്നെ അവർക്ക് ഒന്നും അറിയില്ല, പിന്നെ അവർ എഴുന്നേറ്റിട്ടായിരിക്കും ചോദിക്കുക, അയ്യോ എനിക്ക് എന്താ പറ്റിയത്, ഞാൻ എന്ത് പറ്റി, ഞാൻ എവിടെയാ വീണത്, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. പനി വരുമ്പോ തലകറങ്ങി വീഴുക, അതാണ് ഫെയിൻസ് ഇൻ ഫീവർ. അങ്ങനെ തലകറങ്ങി ഇപ്പൊ പേഷ്യന്റ് വരുമ്പോ പറയും പനിയാണ്, പക്ഷെ പെട്ടെന്ന് തലകറങ്ങി വീണു, എന്നിട്ട് ഒന്നും അറിഞ്ഞില്ല, കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആയി, എനിക്ക് എവിടെയാന്ന് എന്താ ചെയ്തു, ഇവരൊക്കെ എന്നെ എന്തൊക്കെയോ ചെയ്തു, എനിക്കൊന്നും അറിഞ്ഞില്ല, ഞാൻ തലകറങ്ങി പോയി എന്ന് പറയും. അപ്പൊ ആ മെഡിസിൻ ആണ് ഫോർമാലിൻ 30. ഫോർമാലിൻ 30 കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മാക്ഫോ 6x മെഡിക്കേറ്റഡ് വിത്ത് ക്യാംഫർ 3x, ബോത്ത് അവർലി ടിൽ ബെറ്റർ. ഫെയിൻസ് ഇൻ ഫീവർ എന്ന് പറയുമ്പോൾ ഫോർമാലിൻ 30, അത് മറക്കണ്ട. ഇനി ഇതും ഒരു റയർ സിംറ്റം ആണ്, നമുക്ക് സൂക്ഷിച്ചു വെക്കുക, ആവശ്യമുള്ളപ്പോ കൊടുക്കാം. ദേഹം മുഴുവനും ഐസ് പോലെ തണുപ്പ്, മരിച്ച പോലെ കിടക്കുക, കൈകൾ ഉയർത്തുവാൻ പോലും സാധിക്കില്ല, പനി കാരണം മയങ്ങി വീഴുകയും ബോധം വന്ന ശേഷം കണ്ണുകൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് കരയും. പ്ലംബമെറ്റ് 30 അത് കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നാട്രമ്യൂർ 6x കൊടുക്കാം. പക്ഷെ മെയിൻ ആയിട്ട് ഈ സിംറ്റം വരുന്നത് പ്ലംബമെറ്റിലാണ്. ദേഹം മുഴുവനും ഐസ് പോലെ തണുക്കുക, ഐസി കോൾനെസ് ഓഫ് ഹോൾ ബോഡി, മരിച്ച പോലെ കിടക്കുക, കൈകൾ ഉയർത്തുവാനും ഒന്നും പറ്റില്ല, പനി കാരണം മയങ്ങി വീഴുക. നമ്മൾ നേരത്തെ ഫോർമാലിനിലും അതന്നെയാ പറഞ്ഞത്, പനി കാരണം മയങ്ങി വീഴുക. പക്ഷെ ഇവിടെ പ്ലംബമെറ്റിൽ മയങ്ങി വീഴുകയല്ല, അതേപോലെ ബോഡി ഫുള്ളും ഐസി കോൾഡ് ആയിരിക്കും, ഒരു ഡെഡ് സ്റ്റേറ്റ് ആയിരിക്കും, മരിച്ച പോലെ കിടക്കും. അതാണ് പ്ലംബമെറ്റിന്റെ സിംറ്റം. ബോധം വന്ന ശേഷം കണ്ണുകൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് കരയും. ഇനി നെക്സ്റ്റ് സിംറ്റം മരിച്ചതുപോലെയുള്ള മുഖഭാവം, കോപ്സ് ലൈക്ക് ഫേസ്, സബ്നോർമൽ ടെമ്പറേച്ചർ, ചൂടുള്ള മുറിയിൽ പോലും ഭയങ്കരമായി വിറയ്ക്കുക, പനിയുള്ളപ്പോൾ ഞരമ്പുകളെല്ലാം പുടച്ചിരിക്കും, അതായത് സ്വെല്ലൻ ബ്ലഡ് വെസൽസ് ഡ്യൂറിങ് ഫീവർ. നമ്മൾ ഫീവർ ഉള്ള സമയത്ത് ബ്ലഡ് വെസൽസ് ഒക്കെ സ്വെല്ലൻ ആയിരിക്കും, ഒരു മരിച്ചതുപോലെയുള്ള ഫേസ് ആയിരിക്കും, ഒരു എക്സ്പ്രഷൻലെസ് ഒന്നുമില്ല, ഭയങ്കര തണുപ്പുമായിരിക്കും, സബ്നോർമൽ ടെമ്പറേച്ചർ, അതായത് ചൂടുള്ള മുറിയിൽ പോലും തണുത്ത് വിറയ്ക്കുകയാണെങ്കിൽ അത് ചിനിനം സൾഫ് ആണ്. അപ്പൊ അവിടെ ചിനിനം സൾഫ് 30 കൊടുക്കുക, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സൈലീഷ്യ 6x, രണ്ടും അവർലി ടിൽ ബെറ്റർ, അത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം വിട്ടുപോയത്, നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേസൽ ബ്ലോക്ക്, നമ്മൾ പറഞ്ഞു ഓറം ട്രിഫില്ലം കൊടുക്കാം, ആസിഡ് മ്യൂർ കൊടുക്കാം, സിംഗം മെറ്റ്, അതൊക്കെ നമ്മൾ കുറെ മെഡിസിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാംബൂക്കസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു മെഡിസിൻ ആണ്
പോപ്പുലസ് കാൻഡിക്കൻസ് പലരും യൂസ് ചെയ്യുന്നുണ്ടാവും, പലർക്കും അറിയില്ലായിരിക്കാം. പോപ്പുലസ് കാൻഡിക്കൻസ് പറയുമ്പോൾ പേഷ്യന്റ് വന്നിട്ട് പറയും ഡോക്ടറെ മൂക്കും വായും കപ്പ് അടച്ചിരിക്കുകയാണ് പറയും. ആ മെഡിസിൻ പോപ്പുലസ് കാൻഡിക്കൻസ് ആണ്. നമ്മൾ കൊടുക്കുക മാക്ഫോസിലോ നാട്രമ്യൂറിലോ എന്തെങ്കിലും ചിലപ്പോൾ പോപ്പുലസ് കാൻഡിക്കൻസ് മദർ ടിഞ്ചർ ഒരു 8 to 10 ഡ്രോപ്സ് വെച്ച് മെഡിക്കേറ്റ് ചെയ്തിട്ട് കൊടുക്കും. എന്നിട്ട് ഒരു ടാബ്ലറ്റ് വെച്ച് ഒരുപാട് ഉണ്ടെങ്കിൽ ഒരു അവർലി അല്ലെങ്കിൽ 2 അവർലി കഴിക്കാൻ വേണ്ടി പറയും. അങ്ങനെ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പോപ്പുലസ് കാൻഡിക്കൻസ് മദർ ടിഞ്ചർ ആയിട്ട് തന്നെ കൊടുക്കാം ഒരുപാട് ഉണ്ടെങ്കിൽ. അപ്പൊ ഒരു 5 to 10 ഡ്രോപ്സ് കുറച്ചൊരു ഹോട്ട് വാട്ടറിൽ 4 times ഡെയിലി കഴിക്കാൻ വേണ്ടി പറയാം. പോപ്പുലസ് കാൻഡിക്കൻസ് മദർ ടിഞ്ചർ. ഇനി ചിലവർക്ക് ചിലപ്പോ ഈ കോൾഡോ അല്ലെങ്കിൽ നേസൽ ബ്ലോക്ക് ഒക്കെ വരുമ്പോ ഒച്ച അടച്ചു എന്ന് പറയും, സൗണ്ട് ഇല്ല എന്ന് പറയും. അങ്ങനെയുള്ളവർക്കും പോപ്പുലസ് കാൻഡിക്കൻസ് നല്ല മെഡിസിൻ ആണ്. പോപ്പുലസ് കാൻഡിക്കൻസിൽ ബോറിക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇൻസ്റ്റന്റേനിയസ് വോയിസ് പ്രൊഡ്യൂസർ പറഞ്ഞിട്ട്. നമ്മൾ കൊക്കയൊക്കെ പറയും ഇൻസ്റ്റന്റേനിയസ് വോയിസ് പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ നല്ലൊരു മെഡിസിൻ ആണ് പോപ്പുലസ് കാൻഡിക്കൻസ്. സൗണ്ട് വരും. ഇല്ലെങ്കിൽ പനി ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ എന്തെങ്കിലും കാരണം ഒച്ചയില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പോപ്പുലസ് കാൻഡിക്കൻസ് കൊടുക്കാം. അതിന്റെ മെയിൻ സിംറ്റം പേഷ്യൻസ് എന്ന് പറയാം മൂക്കും വായു അടച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പോപ്പുലസ് കാൻഡിക്കൻസും കൂടെ ഓർക്കണം. അപ്പൊ എന്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ഏകദേശം കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. ഇനി ഡിസ്കഷൻസ് ആണ്. മറ്റുള്ള ഡോക്ടേഴ്സിന് എന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടെങ്കിലോ സംശയം ഉണ്ടെങ്കിലോ ചോദിക്കാം. എനിക്കറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഞാൻ രാം സാറോട് ചോദിച്ചിട്ട് എന്തായാലും പറഞ്ഞു തരുന്നതാണ്. ഇത്രയും സമയം മാറ്റിവെച്ച് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത എല്ലാ ഡോക്ടേഴ്സിനോടും നന്ദി പറയുന്നു. പിന്നെ ഇങ്ങനെ ഒരു അവസരം തന്ന IFPHന് എന്റെ പേരിലും രാം സാറിന്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി. ഓക്കെ ഡോക്ടറെ, വളരെ സന്തോഷം. വളരെ വളരെ നല്ല ക്ലാസ്സുകൾ അല്ല അനുഭവങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത്. നമ്മൾ ചിന്തിക്കാത്തതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള ഒത്തിരി മെഡിസിൻസും അതിന്റെ ഇൻഡിക്കേഷൻസും ഡോക്ടർ പറഞ്ഞു. പനി വന്നാൽ ഒരുവിധപ്പെട്ട വരുന്ന പനി എല്ലാം എങ്ങനെയാണ് ഈ ഇന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചായിരിക്കുമല്ലോ മിക്കവാറും എല്ലാ പനിയും പ്രസന്റ് ചെയ്യുന്നു. അപ്പം നമുക്കത് ആ സമയങ്ങളിൽ ഇത് വളരെയധികം പ്രയോജനപ്പെടും. എല്ലാവർക്കും പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ 1-2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരെ അഭിപ്രായങ്ങൾ കേൾക്കാം. ആദ്യം ഹാൻഡ് റൈസ് ചെയ്ത് അമ്പാടി മാഡമാണ്. അമ്പാടി അമ്മയെ ക്ഷണിക്കുകയാണ്. ഡോക്ടറെ, ക്ലാസ് കഴിഞ്ഞെങ്കിൽ നമ്മളെ സ്ക്രീൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ അമ്പാടി അമ്മയെ ക്ഷണിക്കുകയാണ്. കേൾക്കാമോ? കേൾക്കാം. താങ്ക് യു താങ്ക് യു ശൈലയ്ക്ക് താങ്ക്സ്. പിന്നെ മോളെ ശ്രീലേഖ, ഇതിലും നല്ലൊരു ദക്ഷിണ ഗുരുവിന് കൊടുക്കാനില്ല കേട്ടോ. യഥാ രാജ തഥാ പ്രജ. അത് നന്നായിരുന്നു കേട്ടോ മോളെ. വളരെ നല്ല അസലായിട്ട് നല്ല രാമകൃഷ്ണൻ ഇത് പറയണ പോലെ തന്നെ അടുക്കും ചുറ്റിയോടുകൂടി നല്ല നീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ലായിരുന്നു. വെരി ഗുഡ്. താങ്ക് യു എലോട്ട്. ബി ബ്ലെസ്ഡ്. താങ്ക് യു മാഡം. മാഡത്തിന്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു കമന്റ് കിട്ടിയതിൽ വളരെ സന്തോഷം. മാഡത്തിനെ പോലത്തെ ഒരു സീനിയർ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതിൽ വളരെ സന്തോഷം. നന്നായിരുന്നു. നല്ല രീതിയിൽ അവതരിപ്പിച്ച ഒത്തിരി പേര് കമന്റ് ഒക്കെ എഴുതുന്നുണ്ട്. ഒന്ന് വീഡിയോ ഓണാക്കി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അടുത്തത് മനോജ് ഡോക്ടറാണ്. മനോജ് ഡോക്ടറെ ക്ഷണിക്കും. ഓക്കെ, നന്ദി ശൈല ഡോക്ടർ. എന്തായാലും വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. മാത്രമല്ല പ്രസന്റേഷനിൽ ഒരു ഫോസ്ഫറസ് കമ്പോണന്റ് ഉണ്ടെന്ന് തോന്നി. കാരണം വളരെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയുന്നുള്ളതാണ്. എനിക്ക് ഡോക്ടറെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോസ്ഫറസ് ആണോ സംശയം കേട്ടപ്പോ. നമുക്ക് ആരും ഇവിടെ വേണമല്ല. നന്നായിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം ഓർഗനോണിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വെച്ചാല് ഈ ബേം ട്രബിളിനെ കുറിച്ച് പറയുമ്പോ ഫിലിക്സ് മാസ്ക് ആണ് പറയുന്നത്. ഫിലിക്സ് മാസ്ക്. എന്നിട്ട് ഇത് ലേറ്റർ, അതായത് സോറിക് മയാസം ആണെന്നും മേ ബി ക്യൂർഡ് ആന്റി സോറിക് രണ്ട് പറയുന്നത്. അപ്പൊ അക്യൂട്ട് ആയിട്ടുള്ള കണ്ടീഷനിൽ ഈ മെഡിസിൻ കൊടുത്തിട്ട് ക്രോണിക് ആയിട്ട് പറഞ്ഞ ആന്റിമയാസ്മാറ്റിക് മെഡിസിൻ കൊടുക്കുമ്പോൾ അത് ക്യൂർ ആവുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും വളരെ പ്രോബ്ലം വെച്ചാല് നമ്മുടെ തലയ്ക്കകത്ത് നിൽക്കാത്ത അത്രയും ഉണ്ട്. അതാണ് കുഴപ്പം. ഒരുപാട് മെഡിസിൻ ഉണ്ട്. ഇത്രയും കൂടെ ഇങ്ങനെ പറയുന്നു. മാത്രമല്ല ഇതിന് പ്രത്യേകത വെച്ചാല് ശരിക്കും നമുക്ക് ഇതാണ് പേഷ്യന്റ് പറയുന്നതാണ് നമുക്ക് വേണ്ടത്. അല്ല, ഇപ്പൊ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ വരുമ്പോഴത്തേക്ക് ആശയം മാറിപ്പോകും. ഇത് വളരെ പെർഫെക്റ്റ് ആണ്. ട്രൂ ടൈപ്പ് എന്ന് പറയും. ഭംഗിയായിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അപ്പൊ മനോജ് ഡോക്ടർക്ക് അമ്പാടിയമ്മ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇനി ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ശ്രീലേഖയ്ക്ക്? ഓക്കെ, വളരെ സന്തോഷം.
അടുത്തത് സലീം കുമാർ ഡോക്ടറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. സലീം കുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ശ്രീലേഖ പതിപോലെ ശ്രീലേഖ സ്കോർ ചെയ്തു. നമ്മുടെ ബോക്സ് ഓഫീസിൽ ഹിറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇന്നിപ്പോ 72 പേര് ഇത് പങ്കെടുത്തു. ക്ലാസ് തുടങ്ങുന്ന നേരത്ത് 30 ആയിരുന്നു, അത് കയറി 72 ആകുമെന്ന് പറഞ്ഞാല് ഇപ്പൊ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മുടെ വലിയ സ്കോറാണ്. ഇനി കുറെ പേരൊക്കെ ഇനി യൂട്യൂബ് കാണും. അപ്പൊ മോളുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിലൂടെ എല്ലാം കൂടി ഗുരുനാഥനായ രാമകൃഷ്ണ സാറിന്റെ ആ വാക്കുകൾ മോളുടെ നാവിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖം. അതുമല്ല സാറിന്റെ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്ക് വെടികൊള്ളുന്ന പോലെ കൊള്ളുകയും ചെയ്യും. സാറാ പറയുന്നത് കൃത്യമായിരിക്കും. മാത്രമല്ല അത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം പറയുള്ളൂ. നമുക്കിപ്പോ അതുകൂടി ഇതുകൂടി എന്നൊക്കെ പറയാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും, കൊടുത്തു നോക്കിയ ഫലം കിട്ടണ്ടേ. അപ്പൊ അങ്ങനെയല്ല, സാറ് പറയുന്നത് ഫലിക്കുന്ന സാധനങ്ങളെ പറയാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ശ്രീലേഖ ഇനിയും അക്യൂട്ട് ഡിസീസ് മാനേജ്മെന്റ് ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ 2 ക്ലാസിന്റെയും കൂടി ഒരു ബുക്ക് ഇറക്കിയാൽ തന്നെ അതൊരു അസറ്റായിട്ട് മാറും ഹോമിയോപ്പതിക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വളരെ നന്നായിട്ടുണ്ട് ശ്രീലേഖ. ഓക്കെ ഓക്കെ സലീം കുമാർ ഡോക്ടറെ, സന്തോഷം. സലീം കുമാർ ഡോക്ടർക്ക് ഒരു ആദരവ് കിട്ടി. അതുപോലെ മനോജ് ഡോക്ടർക്കും. അത് കഴിഞ്ഞോ ഇല്ലയെന്ന് എനിക്ക് ആ ഡേറ്റ് ഞാൻ മറന്നുപോയി. കഴിഞ്ഞോന്ന് അറിയത്തില്ല. മനോജ് ഡോക്ടർക്കുള്ള കഴിഞ്ഞിട്ടില്ല. സലീം കുമാർ ഡോക്ടർ കഴിഞ്ഞ് ഇതിന്റെയൊക്കെ വിശദ വിവരങ്ങളൊക്കെ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പൊ അതൊക്കെ ഒരവസരം ഇന്ന് സമയം കിട്ടുമെങ്കിൽ അപ്പോഴ്, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് അതിനായി നമുക്കൊരു ദിവസം വെക്കാം കുറെ പേരുടെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ ഇനി ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ധനേഷ് ഡോക്ടറിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ട്. സാറിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. പറ്റുന്നില്ലേ? എന്ത് പറ്റി? എന്നാ സാറ് വന്നല്ലോ. കാണാൻ മറത്തിരിക്കായിരുന്നു. ക്ലാസ് നന്നായിരുന്നു കുട്ടി. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. കീപ്പിംഗ് അപ്പ്. നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാ ജൂനിയേഴ്സിനും ഒരുപാട് ഗുണം ചെയ്യുന്ന കേസ്. കാരണം നമ്മുടെ അക്യൂട്ട് കേസിനാണ് പരാജയപ്പെട്ടു പോകുന്നത്. ക്രോണിക് കേസ് പറയുമ്പോൾ കുറച്ച് പ്രായമുള്ള ഡോക്ടർമാർ ക്രോണിക്കായിട്ട് ചികിത്സിക്കും, കുറച്ച് പേരുണ്ടാക്കും, ശരിയാണ്. പക്ഷെ അക്യൂട്ട് കേസിൽ ആ കേസ് എടുക്കുമ്പോഴാണ് കൂടെ ഉണ്ടാകും. ഞാനും ചെറുപ്പത്തിലെ പഠിച്ചു പാസ്സായപ്പോഴും അക്യൂട്ട് കേസിലാണ് കൂടുതൽ പ്രാവീണ്യം കൊടുത്തത്. പിന്നെ ക്രോണിക് ആയിപ്പോയി. അല്ലേ? ഇപ്പൊ അക്യൂട്ട് കിട്ടുന്നില്ല. അതാ സംഭവം. ഞാൻ ക്രോണിക് ആയപ്പോ ക്രോണിക് തന്നെ കിട്ടുള്ളൂ. കാരണം ചെറുപ്പത്തില് ഞാൻ ഒരുപാട് അക്യൂട്ട് കേസുകൾ നോക്കിയിട്ടുണ്ട്. അപ്പൻഡിസൈറ്റിസ് ഒരുപാട് കേസ് ഞാൻ നോക്കിയിട്ടുണ്ട്. സ്വാഗതമുണ്ട് ഒരുപാട് പോളിലിറ്റിയാസിസ്, ഇങ്ങനെ അക്യൂട്ട് പെയിനൊക്കെ ഒരുപാട് ചികിത്സിക്കാൻ താല്പര്യമുള്ള ആളായിരുന്നു ചെറുപ്പം കൊണ്ട്. പിന്നെ കേസ് കൂടിയപ്പോഴേക്കും ഞാനത് ക്രോണിക്കായിട്ട് മാറി. അപ്പം ക്രോണിക് കേസാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. ക്രോണിക് കേസിനകത്ത് അക്യൂട്ട് കേസ് വരും, അപ്പോഴാണ് നമ്മൾ കൊടുത്ത് ശരിയാക്കുന്നത്. കുട്ടിയുടെ ക്ലാസ് വളരെ നന്നായിരുന്നു. കീപ്പപ്പ് ചെയ്യാം. ആരോ പറഞ്ഞ പോലെ ഒരു ബുക്കൊക്കെ ആക്കി എടുക്കുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ സാറേ, വളരെ സന്തോഷം. എന്തായാലും എന്താണ് ഡോക്ടറെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. നമ്മളെ അല്ലല്ല, ശ്രീലേഖ ഡോക്ടറുടെ അല്ല, ഗുരുവിന്റെ പേര് രാമകൃഷ്ണൻ ഡോക്ടർ. രാമകൃഷ്ണൻ ഡോക്ടർക്ക് എന്തായാലും നല്ലൊരു പിൻഗാമിയെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സമാധാനിക്കാം. ഇനിയിപ്പോ ഡോക്ടർ വിചാരിച്ച ഒരു പക്ഷെ ഈ ബുക്കൊക്കെ നമുക്ക് വേണ്ടി ഇറക്കാൻ പറ്റും. അതുപോലെ ഇത്രയും നല്ല നമ്മള് ഫീവർ എന്ന് പറഞ്ഞിട്ട് അക്യൂട്ട് കംപ്ലൈന്റ്സിന്റെ എല്ലാം ഒരു ബുക്ക് നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ എല്ലാ കോപ്പീസും സോൾഡ് ഔട്ട് ആയതാണ്. വീണ്ടും ഒന്നുകൂടെ റിലീസ് ചെയ്യണം. അതിന്റെ 2ാം ഭാഗം ഇറക്കിയാലും മതി. അതല്ലെങ്കിൽ അത് വീണ്ടും 2ാമത് എഡിഷൻ ഇറക്കിയാൽ മതി. ചൂടപ്പം പോലെ വിറ്റ് ചെയ്യണം. ഇനിയിപ്പോ അത് കാരണം പല ആൾക്കാർക്കും അറിയില്ലായിരുന്നു. ഇപ്പോഴാൾക്കാരെല്ലാം ഈ ഗ്രൂപ്പിലുള്ളവരൊക്കെ തന്നെ ഇപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് തന്നെ. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യം രാമകൃഷ്ണ സാറിന് ക്ലാസ് എടുക്കുന്ന കാര്യം അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ക്ലാസ് എടുക്കാൻ വരിക എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര മടിയാണ്.
അല്ല അത് അപ്പൊ വേറെ ഏതായാലും അത് ആ ഒന്നും ഒരു ആഗ്രഹം മറ്റുള്ളവരുടെ ആഗ്രഹം ലേഖയിലൂടെ സാധിച്ചു. അതാണ്. അതെ, നമുക്ക് നമ്മുടെ ഒരു ഭാഗ്യമാണ് ഇങ്ങനെ വീണ് കിട്ടിയ അതെ. സൗഭാഗ്യം എന്നൊക്കെ പറയും. അത് എവിടെയോ ആ ഒരു കണ്ണിൽ പോലെ അത് കിടന്നിരുന്നു. അതുകൊണ്ടാണ് ശ്രീലേഖ ഡോക്ടർ അവിടെ ചെല്ലുകയും ഇതൊക്കെ പഠിക്കാനും. എന്ന് മാത്രമല്ല, പല ജൂനിയേഴ്സിനും എനിക്കറിയാം. പക്ഷെ അവരൊക്കെ വന്നു പോകുന്നതല്ലാതെ പഠിക്കുന്ന ഈ രീതിയിൽ ഇത്ര കണ്ട് ആ, വ്യക്തമായ രീതിയിൽ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന് പഠിക്കുന്ന വളരെ ചുരുക്കം പേരാണ്. ഇതിപ്പം സാർ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതിന് ഒരുപടി മുന്നിൽ പറയാൻ ശ്രീലേഖ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ ശരിക്ക് ഗുരുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യം അതാണ്. അപ്പം അതാണ് ശ്രീലേഖ ഡോക്ടറുടെ രാമകൃഷ്ണൻ ഡോക്ടർക്ക് മാത്രമല്ല ഹോമിയോപ്പതിക്ക് മൊത്തത്തിൽ കിട്ടുന്നത്. കാരണം ഇപ്പം തന്നെ ഇത്രയും ആൾക്കാർ ഇത് കേൾക്കാൻ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഹോമിയോപ്പതിയുടെ അന്തസ്വത്തെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും അത് ഭാവിയിൽ ഇപ്പോഴും നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിൽ എന്തെല്ലാം കൂടി ഒരു ചെറിയ മോഡിഫിക്കേഷൻ നടത്തിയാൽ നമുക്ക് എത്ര കണ്ട് ബെറ്റർ ആകാൻ പറ്റും, അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. തീർച്ചയായും അഭിനന്ദനീയമാണ്. ഇനിയും ഇതുപോലുള്ള ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളിലോട്ടൊക്കെ വരണം. ഇപ്പം നമ്മൾ ഫീവർ മാത്രമാണ്, ചുമയാണ് അതെ അതെ. കിടക്കുന്നത്. ഇനി ഒത്തിരി കാര്യങ്ങൾ കിടക്കുന്നു. അപ്പോൾ 1 by 1 ആയിട്ട് വരണം. പിന്നെ അതുപോലെ സാറിൻ്റെ Sure. പുസ്തകം ഇനി കുറച്ചുകൂടെ വിൽക്കാനുള്ളത് ഇപ്പോഴുള്ളത്. അത്യാവശ്യമുള്ളവർ ഉടനെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് കിട്ടുന്നതായിരിക്കും. ആ നമ്പർ നമ്മൾ ഷെയർ ചെയ്തിരുന്നു ഗ്രൂപ്പിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ആ നമ്മള് പുസ്തകം വാങ്ങാനും. കാരണം മലയാളത്തിൽ IUPHന്റെ മീറ്റിംഗ് നടന്നിടത്ത് ഞാനിത് വെച്ചിരുന്നു. പക്ഷെ അധികം പേര് ശ്രദ്ധിച്ചില്ല. നമ്മുടെ മലയാളത്തിൽ നമ്മൾ മെറ്റിനെ പഠിക്കുകയെല്ലാം നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ടുള്ള കുറേ പരിമിതികൾ നമുക്കുണ്ട്. നേരെ മറിച്ച് നമ്മൾ മലയാളം കെൻഡ് പോലും പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ നിങ്ങളുടെ പേഷ്യൻറ്റിൻ്റെ ഭാഷയിൽ കൊളോക്കിയൽ ലാംഗ്വേജിൽ തന്നെ കാര്യങ്ങൾ എഴുതിയാൽ മാത്രമേ നമ്മളുടെ മെറ്റിനെ പഠിക്കയിൽ നമ്മൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ രീതിയിലോട്ട് നമുക്ക് പോകണമെങ്കിൽ ഈ മലയാളത്തിലുള്ള പുസ്തകങ്ങൾ എല്ലാവരും വായിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല ഉദാഹരണത്തിന് ഇപ്പോൾ ഡോക്ടർ ഒരു വാക്ക് പറയുകയുണ്ടായി. അതിൻ്റെ മലയാളം പെട്ടെന്ന് ഞാൻ ആ വാക്ക് വിട്ടുപോയി. അതുകൊണ്ടാണ്. ഹൊറിപ്പുലേഷൻ ആണ്. അതെ അതെ അതെ. അപ്പം അങ്ങനെ ഒരു വാക്ക് പോലും ഉണ്ടെന്ന് നമ്മൾ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. അതാണ് അതിൽ ഏറ്റവും പ്രധാനം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനോജ് ഡോക്ടറുടെ TG മനോജ് കുമാറിൻ്റെ അലൻസ് കീനോട്ടും. അതെല്ലാം നമ്മൾ വായിക്കുന്നത് നന്നായിരിക്കും. ഇംഗ്ലീഷിലുണ്ടെങ്കിൽ പോലും മലയാളത്തിലെ പുസ്തകങ്ങൾ വായിച്ചാൽ നമ്മുടെ മനസ്സിൽ ശരിക്ക് വ്യക്തമായ ഒരു പിക്ചർ കിട്ടും. അതുകൊണ്ട് രാമകൃഷ്ണൻ സാർ ചെയ്യുന്ന പ്രവൃത്തിയും അത് ശ്രീലേഖ ഡോക്ടർ എടുക്കുന്ന ഈ എഫർട്ടും ഹോമിയോപ്പതിക്ക് ഗുണകരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്മാറുന്നു. ഓക്കെ ധനേഷ് ഡോക്ടറെ, വളരെ സന്തോഷം. എന്തായാലും രാമകൃഷ്ണൻ ഡോക്ടർ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം പലർക്കും ഒരുപാട് അറിവുകൾ ഉണ്ടെങ്കിലും ഇത്ര ഓപ്പണായിട്ട് പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ അവിടെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക് ഇത്രയും കാര്യങ്ങൾ സ്വാതന്ത്ര്യമായിട്ട് പറയാൻ അവസരം കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതിന് രാമകൃഷ്ണൻ ഡോക്ടർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇല്ല, സാറിന്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാ, സാറോട് കൂടിയിട്ട് ഒരിക്കലും സാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇതെല്ലാം പഠിച്ച് എഴുതിയെടുത്തത്. അപ്പൊ അത് സാറിന്റെ കാലം കഴിയുമ്പോ അതോട് നശിക്കാൻ പാടില്ല. ബാക്കി എല്ലാവർക്കും അത് അറിയണം. പിന്നെ സാർ എടുത്ത എഫേർട്ട് എന്താന്ന് സാർക്ക് അറിയാം. അപ്പൊ ബാക്കിയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും പ്രാക്ടീസ് ചെയ്യാനും ഇതെല്ലാം. അപ്പൊ അതിന് ഹോമിയോപ്പതി വളരുമല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് സാർ എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ ഓക്കെ, അതൊരു വലിയ വലിയ മനസ്സിന്റെ ഉടമയാണ്. അപ്പൊ സാർ എന്താണ് നമ്മളൊരു പറഞ്ഞത്? സംശയം ചോദിച്ചാലേ, സാറത് കണ്ടിട്ട് കാണുകയോ കേൾക്കാത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ ജോലി ഏൽപ്പിക്കണമല്ലേ. സാറത് 10 പുസ്തകമാണെങ്കിൽ റെഫർ ചെയ്ത് പൊക്കിയെടുത്ത് അത് ഒരു essay പോലെ റെഡിയാക്കി തരും. അങ്ങനത്തെ മനസ്സുള്ള ആളാ. അതായത് അദ്ദേഹം നമ്മളെക്കാൾ സീനിയർ ആണെന്നോ നമ്മുടെ ഒരു ഗുരുനാഥൻ നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട കാര്യമില്ലെന്നുള്ള ചിന്തയൊന്നുമില്ല. അത് വർക്ക് ചെയ്ത് അപ്പൊ ഇങ്ങനെ പറഞ്ഞു തരും. ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട് ആരോ കേട്ടോ. രാമകൃഷ്ണൻ ഡോക്ടറുടെ ആണോ ശ്രീലേഖ ഡോക്ടറുടെ ആണോ എന്നറിയാൻ വയ്യ. ഫോൺ നമ്പർ ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. അപ്പോ അതിന് വിഷമം ഇല്ലെങ്കിൽ കൊടുക്കാം. ജയചന്ദ്രൻ ഡോക്ടർ വെയിറ്റ് ചെയ്യണേ. ഓക്കെ, ജയചന്ദ്രൻ ഡോക്ടറെ സംസാരിച്ചോളൂ. ഫോൺ നമ്പറേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം
മുമ്പ് വന്ന ഡോക്ടർമാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഉം. അപ്പോൾ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന്റെ സെക്കൻഡ് എഡിഷൻ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബുക്ക് ഞാനിപ്പോഴേ അങ്ങ് റിസർവ് ചെയ്യാണ്. ഓക്കെ അത് സർ, ഷുവർ. വരുമ്പോ അറിയിച്ചാൽ അല്ല, ക്യാഷ് അയച്ചു കുറച്ച് തരാം. ബുക്ക് അത് ബുക്ക് ഒന്ന് ബാക്കിയുണ്ട്. അയച്ചു തരണം. കുറച്ച് ബുക്ക് ബാക്കിയുണ്ട്, വാങ്ങിച്ചോളൂ. അല്ല, അത് അത് എവിടെ സെക്കൻഡിന് ഇരിക്കുന്നു കാത്തിരിക്കേണ്ട അറിയിച്ചാൽ ആവശ്യമില്ല. മതി. അതിപ്പോ ബാക്കിയുള്ളത് ഹോമിയോപ്പതിക് ലുക്ക് ആൻഡ് പിക്കും ചിൽഡ്രൻ ഹോമിയോപ്പതിയാണ്. ഫീവറിന്റെ ബുക്സ് എല്ലാം കഴിഞ്ഞു സർ. ആ ബുക്ക് 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 ഇപ്പൊ എവിടെ കിട്ടുമെന്ന് അറിയിച്ചാൽ മതി. ബുക്ക് അതിന്റെ ലിങ്ക് IFPHയുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് തോന്നുന്നു. ഏതാണ്, ഫീവറിന്റെ ബുക്കോ? അല്ല, ഫീവറിന്റെ ബുക്ക് അല്ല. ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഫീവറിന്റെ ബുക്ക് അല്ല, മറ്റേത് അല്ല, രണ്ട് ഇപ്പോ ഹോമിയോപ്പതിക് ലുക്ക് ആൻഡ് പിക്കും ചിൽഡ്രൻ ഹോമിയോപ്പതിയാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ബുക്ക്. മറ്റേ ഫീവറിന്റെ വേണം, എല്ലാം നോക്കാം. ഓക്കെ, ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, സന്തോഷം. അപ്പൊ നമുക്ക് ഇന്നത്തെ മലയാളം സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ശ്രീലേഖ ഡോക്ടർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഇനിയും അടുത്ത ഇതിന്റെ ബാക്കി ഭാഗങ്ങളും വ്യത്യസ്ത വിഷയങ്ങളിൽ രാമകൃഷ്ണൻ ഡോക്ടറുടെ ഒരു വ്യത്യസ്തമായ സമീപനം അത് കേൾക്കാൻ ഞങ്ങൾക്ക് ഇനിയും താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും വീണ്ടും വരിക. ഇന്നത്തെ ഓക്കെ, ശ്രീലേഖ ഡോക്ടറെ വളരെ സന്തോഷം. അപ്പൊ ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് നിർത്തുന്നു. നാളെ ഇതേ സമയം കാണുമ്പോഴേക്കും ബൈ. താങ്ക് യു.